കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഇന്നലെ ചിന്തിച്ചു നിർത്തിയ ഭാഗം ഇതായിരുന്നു. ഒരു ഇൻഫ്ലുവൻഷ്യൽ വ്യക്തിത്വമായിട്ട് നമുക്ക് എങ്ങനെ മാറാൻ വേണ്ടിയിട്ട് പറ്റും, എങ്ങനെ ഒരു ഇൻഫ്ലുവൻഷ്യൽ ശുശ്രൂഷ അല്ലെങ്കിൽ ഒരു ഫലപ്രദമായ ശിഷ്യനായിട്ട് നമുക്ക് എങ്ങനെ മാറാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചത്. ഒന്നാമത്തെ കാരണം, നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആവശ്യമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യാനെന്നൊക്കെ നമ്മൾ ഇന്നലെ ചിന്തിക്കുകയുണ്ടായി. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് വേണ്ടിയത് അതോറിറ്റിയാണ്. അതോറിറ്റി. യേശു അതോറിറ്റി പ്രാപിച്ചു, തന്റെ ശിഷ്യന്മാർക്ക് ആ അതോറിറ്റി കൊടുത്തു. ആ അതോറിറ്റിയെ കുറിച്ച് നമ്മൾ ഇന്നലെ ചിന്തിക്കുക. അതായത് അധികാരം. തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് അധികാരമാണ്, രണ്ട് ശക്തിയാണ്. രണ്ടിനെ കുറിച്ച് നമ്മൾ ഇന്നലെ ചിന്തിക്കുകയുണ്ടായി. രണ്ട് ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു. യോശുവയുടെ കാര്യം പറഞ്ഞു, ഏലിയാവിന്റെ കാര്യം പറഞ്ഞു. ശക്തിയുടെ കാര്യം പറഞ്ഞ് നമ്മൾ കുറച്ച് പകുതി ഭാഗത്ത് വന്ന് നിർത്തി. ബാക്കിയുള്ള ഭാഗങ്ങൾ ഇന്ന് ചിന്തിക്കാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. യേശുവിന്റെ ശുശ്രൂഷ തുടങ്ങുമ്പോൾ തന്നെ യേശുവിന്റെ ശുശ്രൂഷയ്ക്കകത്ത് യേശുവിന്റെ മേൽ ഉണ്ടായിരുന്നത് ദൈവത്തിന്റെ ശക്തിയാണ്. അസാധാരണമായ ദൈവശക്തി യേശുവിന്റെ മേൽ വ്യാപരിച്ചിരുന്നു എന്ന് നമ്മൾ കണ്ടു. അതിനുശേഷം തന്റെ ശിഷ്യന്മാരെ വിളിച്ച് കർത്താവ് കൊടുക്കുമ്പോഴും അവർക്കും കൊടുക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഇതാണ്: അതോറിറ്റിയും ശക്തിയും അവർക്ക് കൊടുത്തു. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം വായിക്കുമ്പോൾ അവൻ അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു എന്ന് നമ്മൾ കണ്ടു. അപ്പോസ്തലപ്രവൃത്തി 1:8 നമ്മൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കാണുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ധരിക്കും എന്ന് കർത്താവ് പറഞ്ഞു. അപ്പൊ പരിശുദ്ധാത്മാവ് വരുമ്പോൾ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അകത്തുള്ള ഒരു വ്യക്തിയുടെ അകത്ത് ഉണ്ടാവേണ്ടത് അധികാരമാണ്. കാത്രീൻ കൂൾമാൻ എന്ന് പറയുന്നൊരു ദൈവദാസിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ ദൈവദാസിയൊക്കെ ഇങ്ങനെ വളരെ ശാന്തമായിട്ട് നിന്ന് ഭൂതത്തെ ഇറക്കുന്ന ദൈവദാസി. ഭയങ്കര അവരെ കുറ്റം പറയുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ അവരിൽ നിന്ന് ദൈവം ഉപയോഗിക്കാതൊന്നും ഒരു മനുഷ്യനൊന്നും അങ്ങനെയൊന്നും വരാൻ പറ്റത്തില്ല. കുറ്റം പറയാനൊക്കെ നമുക്ക് വലിയ എളുപ്പമാണ്. ദൈവം ഉപയോഗിക്കാതൊന്നും ഒരു മനുഷ്യനും അങ്ങനൊന്നും ഒരു പദവിയിലേക്കൊന്നും എത്താൻ പറ്റത്തില്ല. അതും ദീർഘനാളുകൾ അമേരിക്ക കണ്ടതിൽ വെച്ച് ശക്തമായ ശുശ്രൂഷ ചെയ്യുന്ന ആളുകളിൽ ഒരാളായിരുന്നു ആ ദൈവദാസി. ഇവൻ അനേക ദൈവദാസന്മാരെക്കാൾ അധികം ദൈവം ഉപയോഗിച്ചൊരു ദൈവദാസിയാണ്. ആ ദൈവദാസി മാസം തികയാതെ പ്രസവിക്കപ്പെട്ടൊരു സ്ത്രീയാണ്. ഉള്ളത് പറഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലും അവരെ കണ്ടാൽ ആരോഗ്യമുണ്ടെന്ന് നമുക്ക് തോന്നത്തില്ല. പക്ഷേ ആ സ്ത്രീയുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളുടെ മേലുണ്ടായിരുന്ന അധികാരം ഭയങ്കരമാണ്. പുള്ളിക്കാരി ഇങ്ങനെ നിന്നിട്ട് പറയും, യേശുവിന്റെ നാമത്തിൽ ഇറങ്ങിപ്പോകാൻ പറയും ഭൂതത്തോട്. എന്നിട്ട് പുള്ളി വളരെ കൂളായിട്ട് പുള്ളിക്കാരി ഇങ്ങനെ എന്നിട്ട് പറയും യേശു ഇങ്ങനെയായിരുന്നു ഭൂതത്തെ ഇറക്കിയെന്ന്. അധികാരം, ശക്തി നമ്മുടെയൊക്കെ അകത്ത് വേണ്ടിയത് അതാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, നമുക്ക് വാതി ഓടിക്കാനൊക്കെ വലിയ എളുപ്പമാണ്. നമുക്ക് മറ്റൊരാളെ കുറ്റം പറയാൻ ഭയങ്കര എളുപ്പമാണ്. ആ പുള്ളി അത് ചെയ്ത് ഇത് ചെയ്തില്ല എന്നൊക്കെ പറയാൻ നമുക്ക് വലിയ എളുപ്പമാണ്. പക്ഷേ അതുപോലെ ഒന്ന് ചെയ്ത് കാണിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. സോ ഞാൻ എൻ്റെ ലൈഫിൽ എടുത്തൊരു തീരുമാനം, കഴിവതും ആരെയും കുറ്റം പറയാതിരിക്കുക. ഞാനിങ്ങനെ എൻ്റെ ഭാഷയിൽ ഇങ്ങനെ പറയാറുണ്ട്, കുറ്റം പറയുന്നത് ഒരു കൃപയല്ല, അല്ലെ കുറ്റം പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ഒരു ഗിഫ്റ്റ് ഒന്നുമല്ല. ചിലർ ഇതൊരു പരിശുദ്ധാത്മാവിന്റെ ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, കാണുന്നിടത്ത് കണ്ടതിനെല്ലാം. ഇതൊക്കെ ഒക്കെ നിർത്താമെങ്കിൽ തന്നെ നമ്മുടെ ലൈഫ് അനുഗ്രഹം പ്രാപിക്കും. പ്രൈസ് ലോർഡ്. അങ്ങനെ ഒരു തീരുമാനം എടുക്കുക, കർത്താവേ ഞാൻ ഇനി ആരെയും കുറ്റം പറയത്തില്ല. കുറ്റം പറയാത്തതിന്റെ കാരണം എന്താണെന്നറിയോ? ഞാൻ പെർഫെക്റ്റ് അല്ല, അതുകൊണ്ട് എനിക്ക് ആരെയും കുറ്റം പറയാൻ പറ്റുന്നത്. എനിക്ക് കുറ്റം പറയാൻ പറ്റണമെങ്കിൽ ഞാൻ കുറ്റമില്ലാത്തവനായിരിക്കണം. എന്റെ അകത്ത് കുറ്റം വെച്ചുകൊണ്ട് എനിക്കൊരാളെ കുറ്റം പറയാൻ പറ്റും? ദൈവമക്കളെ, നമ്മൾ ബേസിക്കലി എടുക്കേണ്ട തീരുമാനങ്ങളൊക്കെ ഇതൊക്കെയാണ്, അല്ലെ? ഇതൊക്കെ അങ്ങ് എടുത്താൽ തന്നെ ജീവിതം ഗതി പിടിക്കും. പ്രൈസ് ലോർഡ്. ഞാൻ ആരും കുറ്റം പറയത്തില്ല എന്നൊക്കെ ഒന്ന് പറഞ്ഞു ഒരു ദൈവദാസനെയും പ്രസംഗിച്ചാൽ ഞാൻ കുറ്റം പറയത്തില്ല. കുറ്റം കാണത്തില്ലെന്നല്ല, കുറ്റം ഇല്ലെന്നല്ല, പറയാനൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ പറയേണ്ടത്, ദാറ്റ് ഇസ് നോട്ട് നൺ ഓഫ് അവർ ബിസിനസ്, അല്ലെ? നമ്മൾ വേറൊരു കാര്യങ്ങൾ നിങ്ങൾ ഓർത്തണം. നിങ്ങൾ ഒരാളെ കുറ്റം പറഞ്ഞ് നന്നാക്കാൻ വിചാരിച്ചാൽ ലോകത്തിലെ മനുഷ്യൻ നന്നാവത്തില്ല. നന്നാവോ? ആരെങ്കിലും കുറ്റം പറഞ്ഞ് നന്നാക്കാൻ പറ്റുമോ? നോ. നമ്മൾ സ്നേഹം കൊണ്ട് മാത്രമേ അവരെ കുറ്റപ്പെടുത്താൻ പറ്റത്തുള്ളൂ, അല്ലെ? അവരെ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ സ്നേഹം കൊണ്ട് മാത്രം. പിന്നെ ആത്മസാന്നിധ്യം കൊണ്ട്. നമ്മുടെ അകത്തുള്ള ആത്മസാന്നിധ്യം ആളുകളെ ചേഞ്ച് ചെയ്യുന്നത്. നമ്മുടെ അകത്തുള്ള ആത്മസാന്നിധ്യം അവരെ നമ്മളുമായിട്ട് ആകർഷിപ്പിക്കണം. നമ്മൾ പറയാതെ തന്നെ അവർ കറക്റ്റ് ആവണം. നമ്മുടെ അടുത്തൊക്കെ അവർ വരുമ്പോൾ അവർക്ക് പാപബോധം ഉണ്ടാവണം. നമ്മുടെ മുഖത്ത് നോക്കുമ്പോൾ അവർക്ക് പാപബോധം ഉണ്ടാവണം. ഈ കാത്രീൻ കുൾമാൻ എന്ന് പറഞ്ഞ ദൈവദാസി ഒരു ദേശത്തൊക്കെ ചെന്നാൽ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള മിക്ക ആൾക്കാരൊക്കെ ഇരുന്ന് കരയുമായിരുന്നെന്ന് പറഞ്ഞു കേട്ടെ. നിങ്ങൾ അത് ചിന്തിക്കാൻ പറ്റുമോ? ഒരു ദൈവദാസി ഒരു ഏരിയയിൽ പ്രസംഗിക്കാൻ വന്നാൽ ഒരു ദേശത്തുള്ള ആൾക്കാർ മുഴുവൻ ഇരുന്ന് കരയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അറിയത്തില്ല എന്തിനാ കരയുന്നെന്നുള്ളത്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇത് നിങ്ങളെ വളരെ ചലഞ്ച് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ്. ഈ കാത്രീൻ കുൾമാൻ എന്ന് പറയുന്ന ഈ ദൈവദാസി ഒരിക്കൽ ഒരു ഹോട്ടലിൽ പോകാൻ വേണ്ടി ദൈവാത്മാവ് പുള്ളിക്കാരിയോട് നിയോഗം കൊടുത്തു. പറഞ്ഞു ഒരു ഹോട്ടലിൽ പോയിരുന്നു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ ഹോട്ടല് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി, അതായത് ഈ വ്യഭിചാരത്തിന് വേണ്ടിയിട്ട് ഫെസിലിറ്റി ചെയ്തു കൊടുക്കുന്ന ഒരു ഹോട്ടലാണ്. അപ്പം പാപം ചെയ്യാനുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെ അവിടെ വരും. അങ്ങനെ ഒരു ഹോട്ടലാണ്. ആ ഒരു കാര്യത്തിന് വേണ്ടി ആ ഹോട്ടൽ വളരെ ഫേമസ് ആണ്. ഒരിക്കൽ ദൈവാത്മാവി ദൈവദാസിയോട് പറഞ്ഞു, നിങ്ങൾ അവിടെ പോയിട്ട് അതിന്റെ 3-ാമത്തെ നിലയിൽ കയറിയിരുന്ന് അവന്റെ ടോപ്പ് നിലയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ ദൈവദാസി 3 ദിവസം ആ ഹോട്ടലിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചു.
അവിടുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മൂന്നാമത്തെ ദിവസം ഇറങ്ങി വരുന്ന ഒരു സംഭവം. ഈ സംഭവം പറഞ്ഞ ദൈവദാസൻ പറഞ്ഞതാണ്. ഞാനും അദ്ദേഹം പിന്നീട് ദൈവദാസനായി. പക്ഷെ അന്ന് അദ്ദേഹം ഇതുപോലെ പാപം ചെയ്യുന്ന ഒരു ശീലമുള്ള ഒരാളായിരുന്നു. ഓരോ ദിവസം ഓരോ സ്ത്രീകളെ കൊണ്ട് അവിടെ ഹോട്ടലിൽ പോകും, അവിടെ മുറിയെടുക്കും, താമസിക്കും, പിന്നെ തിരിച്ചു. ഇതായിരുന്നു പുള്ളിയുടെ ശീലം. ഒരു ദിവസം അങ്ങനെ ഒരു പെൺകുട്ടിയെ കൊണ്ട്, ഒരു സ്ത്രീയെ കൊണ്ട് പുള്ളി ആ ഹോട്ടലിൽ ചെല്ലും, പാപം ചെയ്യാൻ വേണ്ടി അവിടെ ചെല്ലുക. ഇദ്ദേഹം ആ ഹോട്ടലിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ റിസപ്ഷനിസ്റ്റിനെ നോക്കിയപ്പോൾ പുള്ളിക്കാരൻ കരയുന്നു. പിന്നീട് അവിടെ നോക്കിയപ്പോൾ അവിടെ സോഫയിൽ ഇരിക്കുന്ന ആൾക്കാർ, ലോബിയിൽ ഇരിക്കുന്ന ആൾക്കാർ മൊത്തം കരയും. എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞിരിക്കുക. ആർക്കും പരസ്പരം പറയാൻ പറ്റുന്നില്ല, എന്തിനാ അവർ കരയുന്നതെന്ന് ആർക്കും അറിയില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ ആ ലിഫ്റ്റ് വഴി താഴോട്ട് ഇറങ്ങി വരുന്നു. അവരുടെ വഴിക്ക് ഇറങ്ങി പോകുന്നു. അങ്ങനെ കണ്ടു. പിന്നീടാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഇത് കാതറിൻ കൂൾമാനാണ്. നിങ്ങൾക്കറിയാമോ, 3 ദിവസം ആ ദൈവദാസി ആ ഹോട്ടലിൽ താമസിച്ചിട്ട് ആ ഒരു മനുഷ്യന് ആ ഹോട്ടലിനകത്ത് പാപം ചെയ്യാൻ പറ്റിയില്ല. ഒരു മനുഷ്യന്, ഹോട്ടലിലുള്ള ഒരു മനുഷ്യന് പാപം ചെയ്യാൻ പറ്റില്ല ആ ഹോട്ടലിൽ. അതൊക്കെ അനോയിന്റിങ്ങിന്റെ ലെവൽ എന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്. പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ദൈവദാസി ആരോട് സംസാരിച്ചില്ല, അവിടെ പ്രസംഗിച്ചില്ല, ഒന്നുമില്ല. പക്ഷേ പാപബോധവും പാപത്തെക്കുറിച്ചുള്ള ബോധവും ഒക്കെ മനുഷ്യന്റെ അകത്ത് വരുന്നത് പരിശുദ്ധാത്മാവിന്റെ ആഴമേറിയ വ്യാപാരം ഉണ്ടാകുമ്പോഴാണ്. രാത്രി അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? നിങ്ങൾ ഒരാളെ ഒന്ന് ഗുണദോഷിക്കണ്ട, വെറുതെ അവരൊന്ന് നോക്കിയാൽ മതി. പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം ഒന്ന് വ്യാപിച്ചു തുടങ്ങിയാൽ അവർക്ക് തന്നെ മാനസാന്തരം ഉണ്ടാകും. നിങ്ങളുടെ ഒന്ന് മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം അവർക്ക് ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ള ആ ഒരു ലെവലുള്ള, നമ്മൾ ഇന്ന് കണ്ടിട്ടുള്ള അനോയിന്റിങ് ഒന്നും അല്ല അനോയിന്റിങ്. ഇതിന്റെയൊക്കെ ഭയങ്കര ഫാർ അബവ് സംതിങ് ഈസ് റിയലി ഗ്രേറ്റ്. നമുക്ക് ചിന്തിക്കാവുന്നതിനും നമുക്ക് കൽപ്പിക്കാവുന്നതിനും ഒക്കെ അപ്പുറത്താണ് ഭയങ്കര ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത്. ആ സാന്നിധ്യം വ്യാപരിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ആ സാന്നിധ്യം ചെയ്യും. നമുക്ക് എത്തപ്പെടാൻ പറ്റാത്ത സാന്നിധ്യം നമ്മളെ എത്തിക്കും. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം. നിങ്ങൾ വില്യം ബൂത്ത് എന്ന് പറയുന്ന ഒരു ദൈവദാസനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ. വില്യം ബൂത്ത് എന്ന് പറയുന്ന ഒരു ദൈവദാസനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ ദൈവദാസൻ സാൽവേഷൻ ആർമി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു ദൈവദാസനാണ്. സാൽവേഷൻ ആർമിയുടെ സ്ഥാപകനാണ്. ആ ദൈവദാസൻ ഇങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിലൊക്കെ ആൾക്കാരെ മുഴുവൻ അദ്ദേഹം മിനിസ്ട്രിയിലേക്ക് കൊണ്ടുവരുന്നത് ഒരു പട്ടാള ചിട്ടയില എന്ന് പറഞ്ഞാൽ 6 അടി നീളവും അതിനൊത്ത വണ്ണവും ഒക്കെ ഉള്ള ആൾക്കാരെയാണ് അവര് ഇങ്ങനെ മിനിസ്ട്രിയിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു ദിവസം ഷാമുവേൽ ബ്രിങ്കിൾസ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. ഷാമുവേൽ ബ്രിങ്കിൾസ്. ആ ദൈവദാസൻ വളരെ പൊക്കത്തിൽ കുറവുള്ളൊരു ദൈവദാസനാണ്. അധികം വലിയ പൊക്കമില്ല. ഈ മനുഷ്യനോട് ഒരിക്കൽ ദൈവാത്മാവ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, നീ വില്യം ബൂത്തിന്റെ അടുത്ത് പോയിട്ട് അവിടെ ഒരു ജോലി തരാൻ പറയണം എന്ന് പറഞ്ഞു. പുള്ളിക്കാരന്റെ പ്രാർത്ഥനയിൽ ദൈവാത്മാവ് അങ്ങനെ സംസാരിച്ചു. ഒരിക്കൽ ആ മനുഷ്യൻ അവിടെ ചെന്നിട്ട് വില്യം ബൂത്തിന്റെ വീടിന്റെ കതകിൽ മുട്ടി. അദ്ദേഹം കതക് തുറന്ന് പുറത്തിറങ്ങി വന്നു. ഒരു 6 അടി നീളമുള്ള നല്ല പട്ടാള ചിട്ടയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ പുറത്ത് നോക്കി വന്നപ്പോൾ ഇങ്ങനെ ഷാമുവേൽ ബ്രിങ്കിൾസ് എന്ന് പറയുന്ന വളരെ പൊക്കം കുറഞ്ഞിട്ട് മനുഷ്യൻ അവിടെ നിന്നു. അപ്പൊ ആ മനുഷ്യനോട് ചോദിച്ചു, എന്താ കാര്യം? അദ്ദേഹം പറഞ്ഞു, എന്നോട് ദൈവാത്മാവ് പറഞ്ഞു ഇവിടെ വന്ന് ഇങ്ങനെ ഒരു ജോലി ചോദിക്കണം, നിങ്ങളുടെ കൂടെ മിനിസ്ട്രിയിൽ ചേരണമെന്ന് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇതെങ്ങനെ അടിമുടി നോക്കി അവിടെ 6 അടി കുറവുള്ള ആരെയും എടുക്കാറില്ല. കാരണം അവർ ആ പട്ടാള ചിട്ടില്ല. സാൽവേഷൻ ആർമിയുടെ അറിയാലോ. സോ നമ്മുടെ കൃപാകടലിൽ എന്നുള്ള പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കൃപാകടലേ നിന്റെ തീരത്തു ഞാൻ അനേക നാളാകാംക്ഷയോടെ നിന്നെ. ആ പാട്ട് എഴുതിയത് ഈ ദൈവദാസന. അതിന്റെ മലയാള പരിവർത്തനമാണ് ആ പാട്ട്. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവദാസൻ ഷാമുവേൽ ബ്രിങ്കിൾസ് എന്ന് പറയുന്ന ദൈവദാസൻ ഇങ്ങനെ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, എനിക്കൊരു ജോലി തരണം എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹത്തിന്റെ പൊക്കക്കുറവ് കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് പറ്റിയ ജോലി ഇവിടെ ഇല്ല. അദ്ദേഹം പറഞ്ഞു, തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എന്നോട് ദൈവാത്മാവ് പറഞ്ഞു ഇവിടെ ഒന്ന് ജോലി ചോദിക്കാൻ, അതുകൊണ്ട് ഞാൻ വന്നത്, ഞാൻ തിരിച്ചു പോകത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം വീണ്ടും പറഞ്ഞു. ഒത്തിരി നേരം ഒരു സംസാരിച്ച് പറഞ്ഞു, നിനക്ക് ഇവിടെ ജോലി ഇല്ല, നിനക്ക് പറ്റിയൊരു ജോലി ഇവിടെ ഇല്ല. കാരണം ഇവിടെ ഇത്രയും പൊക്കമുള്ള ആൾക്കാരെ മാത്രമേ ഇവിടെ ജോലിക്ക് എടുക്കത്തുള്ളൂ. അവസാനം പറഞ്ഞ് അദ്ദേഹം പോകത്തില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇദ്ദേഹത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഷൂ പോളിഷ് ചെയ്യുന്ന ഒരു ജോലി മാത്രമുണ്ട്. ഷൂ പോളിഷ് ചെയ്യുന്ന തോലിന്റെ ഷൂ അത് പോളിഷ് ചെയ്യുന്ന ഒരു ജോലി മാത്രമുണ്ട്. ഇദ്ദേഹം സന്തോഷത്തോടെ പറഞ്ഞു, ദൈവാത്മാവിനോട് പറഞ്ഞു ഇവിടെ ജോലി ചെയ്യാൻ, അത് എന്താണെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പുള്ളി പോകുന്ന ലക്ഷണമില്ല. അവസാനം ഗതി കെട്ടി ദൈവദാസൻ പറഞ്ഞു, ഇദ്ദേഹത്തെ ഒഴിവാക്കാൻ പറഞ്ഞൊരു കാര്യം, നിനക്കൂടെ താമസിക്കാനും സ്ഥലമില്ല, ഷൂ വെക്കുന്ന ആ മുറി ഒരു കുഞ്ഞു മുറിയാ, ആ മുറിക്കകത്ത് വേണമെങ്കിൽ കിടന്നോണം, ഷൂ പോളിഷ് ചെയ്തോണം, അവിടെ കിടന്നോണം. നിനക്ക് ഭക്ഷണം കഴിക്കാൻ പോലും എല്ലാവരും വരുന്ന സമയത്ത് വരാനുള്ള പെർമിഷൻ ഇല്ല. സമയാസമയങ്ങളിൽ നിനക്ക് ഭക്ഷണം അവിടെ തന്നോളാം, അവിടെ നിന്ന് കഴിച്ചാൽ. പുറത്ത് ആൾക്കാർ വരുന്ന സമയത്തോ ഒന്നും പുറത്തിറങ്ങുവാനും പാടില്ല എന്നുള്ളൊരു കണ്ടീഷൻ പറഞ്ഞു. ഇദ്ദേഹം ആ കണ്ടീഷൻ എല്ലാം അംഗീകരിച്ചു, അവിടെ താമസിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഇവർ പോകുന്നതിന് മുമ്പ് എല്ലാ ദൈവദാസന്മാരുടെ ഷൂ പോളിഷ് ചെയ്യും. സമർപ്പണം. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അതിനോടുള്ള അനുസരണം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. അദ്ദേഹം എല്ലാ ദൈവദാസന്മാരുടെയും ഷൂ പോളിഷ് ചെയ്ത് 1-2 വർഷമല്ല, 16 വർഷം
16 വർഷം ആ ദൈവദാസൻ എല്ലാവരുടെയും ഷൂ പോളിഷ് ചെയ്തു. എന്നിട്ട് നിങ്ങൾ കേൾക്കണോ പിന്നീട് സംഭവിച്ചത് എന്താണെന്ന്. ഇദ്ദേഹം രാവിലെ ഷൂ പോളിഷ് ചെയ്യും. 1-2 മണിക്കൂർ പോളിഷ് ചെയ്ത് കഴിയുമ്പോൾ ഇദ്ദേഹത്തിന്റെ ജോലി തീരും. പിന്നെ ഷൂ പോളിഷ് ചെയ്യാൻ എന്തോ സമയം വേണം. ഇദ്ദേഹത്തിന്റെ ജോലി തീർന്നിട്ട് ഇദ്ദേഹം പിന്നീട് തന്റെ കയ്യിലുണ്ടായിരുന്ന ബൈബിൾ എടുത്ത് വെച്ച് അങ്ങ് വായിക്കാൻ തുടങ്ങി. ഒരു ദിവസം അദ്ദേഹം മിനിമം 16 മണിക്കൂർ, ബാക്കി അദ്ദേഹം ഉറങ്ങും. 2 മണിക്കൂർ ജോലി, 16 മണിക്കൂർ ബൈബിൾ വായന, ബാക്കി അദ്ദേഹം ഉറങ്ങും. പിന്നെ ഭക്ഷണം കഴിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം അദ്ദേഹം ബൈബിൾ വായിക്കാൻ വേണ്ടി സമയം ചെലവഴിച്ചു. 16 വർഷം മിനിമം 16 മണിക്കൂർ വെച്ച് ഓരോ ദിവസവും അദ്ദേഹം ബൈബിൾ വായിച്ചു. ഇങ്ങനെ വായിച്ച് അദ്ദേഹത്തിന് ബൈബിൾ നല്ല തിട്ടമായി. ബൈബിളുമായിട്ടും ദൈവവുമായിട്ടും ദൈവാത്മാവുമായിട്ടും ഭയങ്കര ആത്മബന്ധം. ഒരിക്കല് ഈ വില്യം ബൂത്ത് എന്ന് പറയുന്ന ദൈവദാസൻ ഒരു വലിയ കൺവെൻഷൻ വയ്ക്കുക, ഒരു വലിയ കൺവെൻഷൻ ഡിക്ലെയർ ചെയ്തു. അന്ന് ഫോണോ സംവിധാനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കാലമാണെന്ന് ഓർക്കണം. 50,000 പേര് കൂടുന്ന ഒരു വലിയ മീറ്റിംഗ് അദ്ദേഹം അറേഞ്ച് ചെയ്തു. 5 ദിവസം, ഒരാഴ്ചയോ മറ്റാണ് ആ മീറ്റിംഗ് നടക്കുന്നത്. ആ മീറ്റിംഗിന്റെ അവസാന ദിവസം ആദ്യത്തെ 4 ദിവസം വളരെ മീറ്റിംഗ് ഭംഗിയായിട്ട് നടന്നു. അവസാനത്തെ 5-ാമത്തെ ദിവസം ആ മീറ്റിംഗ് നടക്കേണ്ട സമയമായപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് 2 മണിയൊക്കെ ആയ സമയത്ത് ആ വില്യം ബൂത്തിന് ഒരു ടെലിഗ്രാം കിട്ടുക, ഒരു ചെറിയ ടെലിഗ്രാം. അന്നൊക്കെ വളരെ ഷോർട്ടായിട്ട് ടെലിഗ്രാം അയക്കുന്ന സമയമാണല്ലോ. അദ്ദേഹത്തിന് ടെലിഗ്രാം കിട്ടി. അദ്ദേഹം വായിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഇന്ന് വൈകിട്ട് പ്രസംഗിക്കേണ്ട ദൈവദാസന, ഇന്ന് എനിക്ക് വരാനായിട്ട് സാഹചര്യമില്ല, സാങ്കേതികമായ തടസ്സമുണ്ട്, ബുദ്ധിമുട്ടാണ്, ഇന്ന് എനിക്ക് വരാൻ പറ്റത്തില്ല, പകരം ആരെങ്കിലും അറേഞ്ച് ചെയ്തോളാം. 50,000 പേര് പ്രസംഗിക്കുന്ന മീറ്റിങ്ങിന് പെട്ടെന്ന് ആരെ അറേഞ്ച് ചെയ്തുകൊണ്ട് വരും? കുറച്ചു പേരൊക്കെയാണ് എന്തെങ്കിലും മാനേജ് ചെയ്യാന്ന് വിചാരിക്കാം. 50,000 പേര് കൊടുക്കുന്ന വലിയ ക്രൂസൈഡാ. അതിനകത്ത് ഞാൻ ആരെ കൊണ്ടൊന്ന് പ്രസംഗിപ്പിക്കും? ഇദ്ദേഹം ആകെപ്പാടെ തകർന്നു, ഭയങ്കര ടെൻഷനായി. രാത്രി ആരെ കൊണ്ട് നിർത്തും? ഇദ്ദേഹം നേരെ ചാപ്പലിലേക്ക് പോയി. വില്യം ബൂത്ത് എന്ന് പറയുന്ന ദൈവദാസൻ ചാപ്പലിൽ പോയി അവിടെ ഇങ്ങനെ നേടുന്നേളം കിടന്ന് ദൈവത്തോട് ചോദിച്ചു: എന്റെ കർത്താവ് എന്തോ ചെയ്യുന്നത്? ഞാൻ എന്തോ ചെയ്യും? രാത്രി ഞാൻ ആരെ പിടിച്ച് നിർത്തി പ്രസംഗിപ്പിക്കും? ഞാൻ എന്ത് ചെയ്യും? അദ്ദേഹം ഭയങ്കര ടെൻഷനായി. പിന്നെ അദ്ദേഹം പുറത്തിറങ്ങി വന്നു. ദൈവം സംസാരിക്കുന്നില്ല, ആകെപ്പാടെ ഭയങ്കര ടെൻഷൻ കൂടുക. വീണ്ടും അദ്ദേഹം ചാപ്പലിൽ പോയി നെടുനിലം കിടന്ന് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. വളരെ ദൈവമായിട്ട് ബന്ധമുള്ള ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ശാന്തമായിട്ട് പറഞ്ഞു: നീ അവിടെ ഒരു മുറിക്കകത്ത് അടച്ചിട്ടിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്, ഷാമുവേൽ ബ്രിംഗൽസ് എന്ന് പറയുന്ന മനുഷ്യൻ. അവന്റെ അടുത്ത് എന്നിട്ട് ഇന്ന് രാത്രി പ്രസംഗിക്കാൻ പ്രിപ്പയർ ആകാൻ പറയാൻ പറഞ്ഞു. ഇദ്ദേഹം ഷോക്കായി. എടാ, ഇന്ന് വരെ പ്രസംഗിച്ചിട്ടില്ലാത്ത, ഓർഡിനേഷൻ ഇല്ലാത്ത, ഒന്നും അറിയത്തില്ലാത്തൊരു ദൈവദാസൻ എന്തോ പ്രസംഗിക്കേണ്ടെന്ന് അറിയാൻ മേലാത്ത ദിവസം ഞാൻ ഈ ദൈവദാസനെ എന്തോ പറഞ്ഞ് പ്രസംഗിപ്പിക്കും? എന്തു ചെയ്യും? പ്രൈസ് ദി ലോർഡ്. ഇദ്ദേഹം പിന്നെ ഇദ്ദേഹം പോയി ചാപ്പൽ പുറത്തിറങ്ങി വന്നു. ഇങ്ങനെ നടന്നു. ആ പാടെ അസ്വസ്ഥനായി. കാരണം ഇത് ദൈവാത്മാവ് പറഞ്ഞതാണോ? ഒരു സംശയം പുള്ളിക്ക്. വീണ്ടും പുള്ളി പുറത്തൊക്കെ ഇറങ്ങി വന്നിച്ച് പിന്നെയും ചാപ്പലിൽ പോയി കിടന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തോട് ചോദിച്ചു. വീണ്ടും ദൈവാത്മാവ് ഇത് പറഞ്ഞു: നീ സംശയിക്കണ്ട, പോയി ചെന്ന് പറയാൻ പറഞ്ഞു. ആ മനുഷ്യൻ മനസ്സില്ലാ മനസ്സോടെ ഷാമുവേൽ ബ്രിംഗൽസിന്റെ മുറി ചെന്നിട്ട് കഥ തുറന്ന് ഒരു പ്രാകൃതനായ മനുഷ്യൻ ഇറങ്ങി വരിക. താടി പഠിച്ചിട്ടില്ല, തലമുടി വെട്ടിയിട്ടില്ല, വളരെ പ്രാകൃതനായ ഒരു മനുഷ്യൻ, പൊക്കത്തെ കുറഞ്ഞൊരു മനുഷ്യൻ ഇറങ്ങി വന്നു. അദ്ദേഹം പറഞ്ഞു: ഇന്ന് രാത്രി കൺവെൻഷനിൽ പ്രസംഗിക്കേണ്ടത് നിങ്ങളാണെന്ന് ദൈവാത്മാവിനോട് പറയുന്നു. അദ്ദേഹം പറഞ്ഞു: ഞാനോ? ആ, നിങ്ങളാണെന്ന് എന്നോട് ദൈവാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞു. ദൈവാത്മാവ് പറഞ്ഞതാണെങ്കിൽ ഞാൻ ചെയ്യാൻ തയ്യാറാന്ന് പറഞ്ഞു. 2 പേരും മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. പക്ഷെ ഈ മനുഷ്യനെ വൈകിട്ട് കൊണ്ട് നിർത്തുമ്പോൾ ഇടാൻ ഒരു ഉടുപ്പ് വേണ്ടേ? നിങ്ങൾ സാൽവേഷൻ ആർമിയുടെ കണ്ടിട്ടുണ്ടല്ലോ, അവർക്ക് പ്രത്യേകം ഡിസൈൻ വെച്ച ഉടുപ്പും കാര്യങ്ങളും ഒക്കെയാ. പെട്ടെന്ന് ഏതെങ്കിലും ഒരു ഉടുപ്പിട്ടേച്ച് കൊണ്ട് നിർത്താൻ പറ്റത്തില്ല. സോ ഇദ്ദേഹം ആപ്പാടെ കൺഫ്യൂഷനിലായി. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ഉടുപ്പെല്ലാം ഇട്ട് നോക്കിയിട്ട് ഈ 6 അടിയുള്ള ആളുടെ ഉടുപ്പ് ഈ പുള്ളിക്ക് ചേരുന്നില്ല. ഷൂ ഇട്ട് നോക്കിയിട്ട് അതും ചേരുന്നില്ല. എന്തോ ചെയ്യാൻ പറ്റും? അവസാനം എങ്ങനെയോ ഒരു ലൂസുള്ള സാധനമൊക്കെ എടുത്തിട്ട് ഇദ്ദേഹത്തെ സ്റ്റേജെ കൊണ്ട് നിർത്തി. സ്റ്റേജെ കൊണ്ട് ഇദ്ദേഹം തലമുടിയൊക്കെ വെട്ടി അദ്ദേഹത്തെ കുട്ടപ്പനാക്കിയിട്ട് കൊണ്ടുവന്ന് സ്റ്റേജെ കൊണ്ട് നിർത്തി. ഇന്നത്തെ പ്രസംഗകൻ ഇദ്ദേഹമാണെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം അവിടുന്ന് മുങ്ങി ഏറ്റവും പുറകിൽ പോയി നിൽക്കുക. ഈ പുള്ളി എന്തോ പറഞ്ഞു പിടിപ്പിക്കുന്നത്, എന്തോ സംഭവിക്കുന്ന അറിയത്തില്ല. കാരണം പുള്ളിക്കൊരു കോൺഫിഡൻസ് ഇല്ല. ഇദ്ദേഹം പ്രസംഗിച്ച് കേട്ടിട്ടില്ല, അറിയത്തില്ല. ഈ ദൈവദാസനും ഉള്ളത് പറഞ്ഞ പുള്ളിയും പേടിച്ച് പറിച്ച സ്റ്റേജിൽ കയറി നിന്നു. വില്യം ബൂത്ത് ഏറ്റവും പുറകിൽ പോയി നിൽക്കുക. ജനത്തിന്റെ ഏറ്റവും പുറകിൽ പോയി ഇങ്ങനെ കൈകെട്ടി നോക്കി നിൽക്കുക, എന്തോ സംഭവിക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. ഈ ദൈവദാസൻ ഷാമുവേൽ ബ്രിംഗൽസ് എന്ന് പറയുന്ന ദൈവദാസൻ സ്റ്റേജിൽ കയറി നിന്നു. ഇദ്ദേഹത്തിന് ജനത്തെ നോക്കി സംസാരിക്കാൻ അറിയത്തില്ല. ഇദ്ദേഹം ആദ്യം കണ്ണം കടച്ചു. പക്ഷെ ഒരു പരിചയം പുള്ളിക്കുണ്ട്. 16 വർഷം ബൈബിള് വായിച്ചൊരു പരിചയമുണ്ട്. പുള്ളി കണ്ണു അടച്ച് അവിടെ നിന്നേച്ച് അറിയാവുന്ന വാക്കുകൾ ദൈവാത്മാവൊക്കെ പറഞ്ഞ് പ്രേരിപ്പിച്ചതുപോലെ പുള്ളി കുറെ വാക്യങ്ങൾ അങ്ങ് പറഞ്ഞു. ഒരു 5 മിനിറ്റ് തുടർച്ചയായി വാക്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്കറിയാമോ എന്തോ സംഭവിച്ചെന്ന്? 50,000 ആൾക്കാരും അവരുടെ കസര വിട്ട് താഴോട്ട് ഇറങ്ങി. പുള്ളി കണ്ണു തുറന്ന് നോക്കുമ്പോൾ സകല ജനവും മുട്ടക്കുത്തി കയ്യും പൊക്കി നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുക, വാവിട്ട് കരയുക ജനം. പ്രൈസ് ഗാഡ്. പിന്നീട് ലോകം അറിയപ്പെട്ട ഷാമുവേൽ ബ്രിംഗൽസ് എന്ന് പറയുന്ന അതിശക്തനായ ദൈവദാസനായ ദൈവത്തെ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങി. ദൈവമക്കളെ, ദൈവവചനവുമായിട്ടുള്ള നമ്മുടെ ബന്ധം,
ദൈവാത്മാവുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ് മനുഷ്യന്റെ രൂപാന്തരം വരുത്തുന്നത്. പ്രൈസ് ഗാഡ്. നമുക്ക് വേണ്ടിയത് ദൈവത്തിന്റെ അധികാരവും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും. പ്രൈസ് ഗാഡ്. നിങ്ങൾ മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. മർക്കോസിന്റെ സുവിശേഷം അവസാന അധ്യായം, അതിന്റെ അവസാനത്തെ വാക്യം ഒന്ന് വായിക്കാം. അതിനകത്തൊരു ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം ഒന്ന് വായിക്കാം. അവൻ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാ 19 വായിക്കാം. അപ്പൊ കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആവും. ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. നിങ്ങൾ ഒരു കാര്യം നോട്ട് ചെയ്തോ? അവിടെ എഴുതിയിരിക്കുന്നത് എന്തുവാ? ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. യേശു പോയി. യേശു സ്വർഗത്തിൽ ചെന്ന് പിതാവിന്റെ വലതുഭാഗത്തിരുന്നു. ഇനി അടുത്ത കാര്യം വായിക്കുന്നത്, അവർ പുറപ്പെട്ട് എല്ലായിടവും പ്രസംഗിച്ചു. പിന്നെ എഴുതിയിരിക്കുന്നത് എന്തുവാ? കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു പോന്നു. അപ്പൊ ഇവരുടെ കൂട്ടത്തിൽ ദൈവം പ്രവർത്തി, ഈ കാര്യങ്ങൾ വർക്ക് ചെയ്തത് എങ്ങനെയാ? സംഭവങ്ങൾ നടന്നത് എങ്ങനെയാ? അത്ഭുതങ്ങളും അടയാളങ്ങളും വിടുതലും നടന്നത് ദൈവം അവരോട് കൂടെ ഇരുന്നുകൊണ്ട്. ദൈവങ്ങളെ, നമ്മൾ പ്രസംഗിക്കുമ്പോൾ നമ്മുടെ കൂടെ ഇരിക്കേണ്ട ദൈവമാണ്. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നതിനകത്ത് അത്ഭുതങ്ങൾ ഉണ്ടാകും, നമ്മൾ പറയുന്നതിനകത്ത് വിടുതലുണ്ടാകും. ദൈവം എന്താണോ ചെയ്യാൻ പദ്ധതി ഇട്ടിരിക്കുന്നത് അത് ദൈവം ചെയ്യും. അപ്പൊ നമുക്ക് വേണ്ടിയ കാര്യങ്ങൾ, 1 പരിശുദ്ധാത്മാവ്. 5 കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നു. 1 പരിശുദ്ധാത്മാവ്, 2 അധികാരം, 3 ശക്തി. ഈ ശക്തിയെ കുറിച്ച് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണ്ടിയത് ദൈവത്തിന്റെ ശക്തിയാണ്. ഈ ശക്തിയെ കുറിച്ച് അല്പം വിശദീകരിച്ചാനൊന്ന് പറയാം എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ. എഫേസ്യ ലേഖനത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം നമ്മൾ ഇന്നലെ ചിന്തിക്കുകയുണ്ടായി. നിങ്ങളിൽ എത്ര പേര് ആ പ്രാർത്ഥന, ഞാൻ ഇന്നലെ പറഞ്ഞ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിച്ചു എന്ന് എനിക്കറിയില്ല. 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇന്നലെ ഒരു പ്രാർത്ഥന വിഷയം പറഞ്ഞിരുന്നു. നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തുവാണ്? യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ, ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഇവിടെ 1-2 കാര്യങ്ങൾ വേഗത്തിൽ ഞാനൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന്, പൗലോസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ കുറിച്ച് ഇന്നലെ നമ്മൾ പറഞ്ഞു. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ജനത്തിന് വേണം. അതിനുവേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുക. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, നോളജ് അബൌട്ട് ഗാഡ് എന്നാണ് എന്റെ ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത്. നോളജ് അബൌട്ട് ഗാഡ് എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവ്. അത് നമുക്ക് കിട്ടണമെങ്കിൽ എന്തോ വേണം? 2 കാര്യങ്ങൾ വേണം എന്ന് നമ്മൾ ഇതിൽ ചിന്തിച്ചു. ഒന്ന്, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിന് വേണ്ടിയിട്ട് ജ്ഞാനത്തിന്റെ ആത്മാവിനെ, ജ്ഞാനത്തിന്റെ ആത്മാവ്, the spirit of wisdom, അത് നമുക്ക് വേണം. 2, ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടിന്റെ ആത്മാവ്, ജ്ഞാനത്തിന്റെ ആത്മാവും വെളിപ്പാടിന്റെ ആത്മാവും. ഇത് 2ഉം കൂടെ നമ്മുടെ അകത്ത് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഉണ്ടാകുന്നത്. അതിന്റെ കാര്യകാരണങ്ങൾ സഹിതം നമ്മൾ ഇന്നലെ ചിന്തിക്കുകയുണ്ടായി. അതിന്റെ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് ചിന്തിച്ചു. അതുകൊണ്ട് ഇന്ന് ഞാൻ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണുന്നു. ഈ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നമ്മുടെ അകത്ത് ഉണ്ടാകുന്നത് 1. 2, നമ്മുടെ അകത്ത് നടക്കേണ്ട 2ാമത്തെ കാര്യത്തെ കുറിച്ച് പറയുന്നത് അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ, 17-ാമത്തെ വാക്യത്തിന്റെ തന്നെ അവസാനത്തെ ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, തനിക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചിട്ട്. അപ്പം 2ാമത് നടക്കേണ്ട കാര്യം എന്തുവാണ്? 1, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം കിട്ടണം. അതിനു വേണ്ടിയിട്ട് 2 കാര്യങ്ങൾ വേണം. എന്തുവാ? ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ വേണം. ഇനി 2ാമത്തെ കാര്യം പറയുകയാണ് വേണ്ടിയത് എന്തുവാ? ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണം. രാത്രി നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ? ദൈവസന്നിധിയിൽ, കർത്താവേ, എന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി ഒന്ന് പ്രകാശിച്ചാട്ടോ, അല്ലെങ്കിൽ അതിനായിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന്. അപ്പൊ അപ്പൊ നമ്മുടെ മനസ്സിൽ വരാവുന്ന ഒരു ചോദ്യമുണ്ട്. ദൈവമേ, എന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കേണ്ടതിന്റെ കാര്യം എന്തുവാ? കൊരിന്ത്യർ ലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, യോഹന്നാന്റെ ലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, ഈ ജാതികളുടെ അല്ലെങ്കിൽ ലോകത്തിലുള്ള ജാതികളുടെ ഹൃദയമാണല്ലേ അവരുടെ കണ്ണ കുരുടായിരിക്കുന്നത്. എന്തുവാ? തേജസ്സുള്ള കർത്താവിന്റെ സുവിശേഷം അവരുടെ ഹൃദയത്തിൽ പ്രകാശിക്കാതിരിക്കാൻ പിശാച് അവരുടെ കണ്ണ് കെട്ടിയിരിക്കുന്നു നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ പൗലോസ് പറയുക, വിശ്വാസികളുടെ കണ്ണും തുറക്കേണ്ടിയിരിക്കുന്നു.
നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ കണ്ണെല്ലാം തുറന്നിരിക്കുകയാണ്. കുറച്ച് തുറന്നിട്ടുണ്ട്, പക്ഷെ ഇച്ചിരി തുറക്കാനുണ്ട്. പൗലോസിന്റെ ഭാഷയിൽ അല്ലെ, പൗലോസിന്റെ ഭാഷ ഇച്ചിരി തുറക്കും. ഇവരുടെ ഹൃദയത്തിന്റെ നമ്മൾ ഒന്നിന്റെ ഒന്ന് വായിച്ചു നോക്കിയേ. ആർക്കാ എഴുതുന്നേ? എഴുതുന്നത് വിശുദ്ധന്മാർക്കാ. വിശുദ്ധന്മാരോട് പറയുകയാണ് നിങ്ങളുടെ കണ്ണിച്ചോട് തുറക്കാനുണ്ടെന്ന്. ഇതെങ്ങാനും ഇന്നത്തെ സഭയിലെങ്ങാനും ആ പറയുന്നെങ്കിൽ പാസ്റ്ററെ അവിടെ നിന്ന് അന്ന് സ്ഥലം മാറ്റിയാല് അല്ലേ. വിശ്വാസികളുടെ കണ്ണ് തുറക്കാനുണ്ടെന്ന് എങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ, അബദ്ധവശാലെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അന്ന് സ്ഥലം മാറ്റം കിട്ടിയേനെ. അതും എവിടെയെങ്കിലും അല്ലെ, ഏതെങ്കിലും ഒരു കുടുകാവിലോട്ട് കിട്ടിയേനെ. പ്രൈസ് ലോർഡ്. പൗലോസ് പറയുകയാണ് ഇവിടെ ഇരിക്കുന്ന വിശ്വാസികളുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണം. എന്തിനാ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കുന്നത് എന്ന് താഴോട്ട് പറയുന്നുണ്ട്. 2-3 കാര്യങ്ങൾ അവിടെ സംഭവിക്കണം. ഒന്ന്, ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചു കഴിയുമ്പോൾ 18ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും. ഒന്നാമത്തെ കാര്യം, ഒന്നാമത്തെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കുമ്പോൾ എന്തോ മനസ്സിലാകും? എന്നെ വിളിച്ചിരിക്കുന്ന വിളിയുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവും. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ദൈവമക്കൾക്ക് ഇന്ന് സഭകളിൽ അറിയാത്ത കാര്യം എന്താണെന്നറിയാമോ? നമ്മളിപ്പോ ഈ ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ച് ഇവിടെ പഠിപ്പിക്കുന്നതിന്റെ കാര്യം എന്തുവാ? സഭകളിൽ ഇന്ന് ഈ സാധനം പഠിപ്പിക്കാറില്ല. നല്ല ശതമാനം ആൾക്കാർക്കും ഇതിനെക്കുറിച്ചുള്ള ഒരു നല്ല ഗ്രാഹ്യമില്ല. നമ്മൾ ആരുടെയും കുറ്റമല്ല, നമ്മൾ ആരെയും വിധിക്കുകയല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പുതിയ നിയമസഭയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്തുവാ? പുതിയ നിയമസഭയെ എന്തിനധികം ഭൂമിയിലാക്കിയേക്കുന്നത്? നിങ്ങള് അപ്പോസ്തല പ്രവൃത്തി 13:47 വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തി 13:47 ഒന്ന് വായിക്കാമോ? നീ ഭൂമിയുടെ അറ്റത്തോളം രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വച്ചിരിക്കുന്നു എന്ന് കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ പൗലോസിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ്. എന്തോ പറയുന്നത്? നീ ഭൂമിയുടെ അറ്റത്തോളം എന്റെ രക്ഷയാകണം. ഇപ്പൊ ദൈവത്തിന്റെ രക്ഷ നമ്മുടെ കൈ ദൈവം തന്നിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു സുവിശേഷം, ആ ഒരു മെസ്സേജ് ദൈവം നമ്മുടെ കൈ തന്നിരിക്കുക. എന്നിട്ട് എന്തോ കർത്താവ് പറയുന്നത്? നിങ്ങളൊന്ന് തുടക്കം തൊട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ. യേശു ഈ ലോകത്തിൽ വന്ന ഗ്രേറ്റ് കമ്മീഷൻ തന്റെ ശിഷ്യന്മാരെ ഏൽപ്പിക്കുമ്പോൾ എന്തോ പറഞ്ഞത്? ഭൂമിയിൽ എല്ലായിടം പോകണം, സകല ജാതികളോടും പ്രസംഗിക്കണം. ഇവിടെ നമ്മൾ പത്രോസിനെ കുറിച്ച് വായിക്കുമ്പോൾ എന്തോ പറയുന്നത്? പൗലോസ് അത് തന്നെയല്ലേ പറയുന്നത്? ഭൂമിയുടെ അറ്റത്തോളം എന്റെ രക്ഷയാകണം, സകലര് കർത്താവിനെ അറിയണം. ഇനി വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എന്തുവാ? ഇതാ ഞാൻ വലിയൊരു ജനസമൂഹത്തെ കണ്ടു, എല്ലാ ഗോത്രവും ഭാഷയും വംശവും സകലരും ഉണ്ട് അവിടെ. ലോകത്തിലുള്ള സകല ഗ്രൂപ്പിലുള്ള ആൾക്കാരും ഉണ്ട് അവിടെ. അപ്പൊ കർത്താവിന്റെ കാഴ്ചപ്പാട് മനസ്സിലാക്കിക്കേ. ഏതെങ്കിലും ഒരു കൂട്ടത്തെ മാത്രം തേടി അല്ല കർത്താവ് ഈ ലോകത്തിൽ വന്നത്. ഏതെങ്കിലും ഒരു കൂട്ടത്തെ മാത്രമല്ല കർത്താവിന് വേണ്ടിയത്. സകല ജാതികളും കർത്താവിനെ അറിയണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ഇഷ്ടം. അപ്പോ ഈ സുവിശേഷം സകല ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരുമെന്നും കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? സകല ജാതികളുടെയും ഇടയിൽ കർത്താവിന്റെ വചനം പ്രസംഗിക്കപ്പെടണം. ഇവിടെ പൗലോസിനോട് പറയുകയാണ്, നീ ഭൂമിയുടെ അറ്റത്തോളം എന്റെ രക്ഷയാകണമെന്ന് കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ എന്തോ ചെയ്യണം? ഞാൻ നിന്നെ ജാതികൾക്ക് വെളിച്ചമാക്കി വെച്ചിരിക്കുക. ഇപ്പൊ യഹൂദന്മാരുടെ ഇടയിലായിരുന്നു ആദ്യം പ്രവർത്തനം. കർത്താവ് പറഞ്ഞു, നീ ഇപ്പോ ജാതികളുടെ ഇടയിലോട്ട് പോകും. കർത്താവ് അയക്കുക. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന എത്ര പേർക്ക് അത് മനസ്സിലാവുന്നുണ്ട്? നിങ്ങളുടെ മേലുള്ള കിടക്കുന്ന കോളിങ്, ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുക, എന്റെ മേൽ കിടക്കുന്ന കോളിങ്, നിങ്ങളുടെ മേൽ കിടക്കുന്ന ആ വിളി എല്ലാവർക്കും വിളി ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. വ്യത്യസ്തമായിരിക്കാം, പല തരത്തിലായിരിക്കാം, പക്ഷെ വിളി നമുക്കുണ്ടെന്ന് മനസ്സിലായല്ലോ. ആ വിളി ലോകരാജ്യങ്ങൾക്കും കൂടെ ഉള്ളതാണെന്ന് ചിന്തിക്കാൻ പറ്റുന്നവരാരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഞാൻ എന്റെ ഒരു അനുഭവം പറയാം. ഞാൻ ഇത് മനസ്സിലാക്കി, വാക്യം മനസ്സിലാക്കി, എന്റെ മേൽ കിടക്കുന്ന കോളിങ് രാജ്യങ്ങൾക്ക് വേണ്ടി ഉള്ളതാണെന്ന് മനസ്സിലാക്കിയപ്പോ അന്ന് ദൈവം രാജ്യങ്ങൾക്ക് വേണ്ടി എന്റെ വാതിൽ തുറന്നു. ആൾക്കാർ വിളിക്കാൻ തുടങ്ങി രാജ്യങ്ങളിൽ നിന്ന്. കർത്താവിന്റെ കൃപയാൽ കുറെ രാജ്യങ്ങളിൽ സഞ്ചരിക്കാൻ കർത്താവ് കൃപ ചെയ്തു. ഞാൻ ഒറ്റ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ സുവിശേഷം പ്രസംഗിക്കുന്നതിന്റെ പേരിലാണ് ഞാൻ യാത്ര ചെയ്തത്. അല്ലാതെ യാത്ര ചെയ്യാനോ ഒന്നിനുള്ള നോ ക്വാളിറ്റി എന്റെ അകത്ത് അങ്ങനെ ഒരു സംഭവമില്ല. പക്ഷേ ലോക രാജ്യങ്ങളിൽ ഈ കർത്താവിന്റെ വചനമായിട്ട് പോകാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഏറ്റവും അധികം യാത്ര ചെയ്ത രാജ്യം ഇന്തോനേഷ്യ, ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാഷ്ട്രം. അവിടെ 10,000 പേരുള്ള ക്രൂസൈഡുകളിൽ സംസാരിക്കാൻ ദൈവം കൃപ ചെയ്തു. വലിയ ദൈവ പ്രവർത്തികൾ ദൈവം ചെയ്തു. അനേകം മുസ്ലിങ്ങൾ രക്ഷിക്കപ്പെടുന്നത് കാണാൻ ദൈവം കൃപ ചെയ്തു. മുസ്ലിങ്ങളെ വിടുവിക്കുന്നത്, അവർക്ക് ഇവിടുത്തെ പോലെ അത്രയും ഡേഞ്ചർ അല്ല, അവിടേക്ക് ആൾക്കാർ വരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞത്, നമ്മൾ പോകാൻ തയ്യാറാണെങ്കിൽ കർത്താവ് നമ്മളെ അയക്കും. ഇനി നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്, നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയല്ലാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മൾ വായിച്ച എഫീസ് ലേഖനത്തിൽ നമ്മൾ വായിച്ച കാര്യം ഇതാണ്. എഫീസ് ലേഖനത്തിൽ നമ്മൾ കാണുന്നത്, ഈ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കുമ്പോൾ 3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണ്? എന്നെ ദൈവം ഒരു വലിയ കാര്യത്തിന് വേണ്ടിയിട്ടാണ് വിളിച്ചത് എന്ന് നമുക്ക് മനസ്സിലാകും. അത് നിങ്ങൾക്ക് മനസ്സിലായോ?
അപ്പൊ എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്നെ വിളിച്ചതിന് ദൈവത്തിന് എന്തോ ഒരു ഉദ്ദേശമുണ്ട്. പറഞ്ഞേ, എന്റെ കൂടെ ചേർന്നൊന്ന് പറഞ്ഞു, എന്നെ ദൈവം വിളിച്ചതിന് എന്തോ ഒരു ഉദ്ദേശമുണ്ട്. ഒന്നാമത്തെ കാര്യം പൗലോസ് പറയുക, സഭയിലെ വിശ്വാസിയുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണം. എന്തിനാ? ഈ ജനത്തിന് മനസ്സിലാകാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ മേലൊരു വലിയ ദൈവത്തിന്റെ വിളിയുണ്ട് എന്ന് മനസ്സിലാകണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി ഒന്ന് പ്രകാശിച്ചാട്ടെ, എന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കണമേ. എന്തിനാ? എനിക്ക് എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന്, അവിടുത്തെ അങ്ങ് എന്നെ വിളിച്ചത് എന്തിനാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ദൈവകൃപ എന്റെ മേൽ ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ എന്ന് നമുക്കൊന്ന് പറയാം. പ്രൈസ് ഗാഡ്. അത് മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ ലൈഫിന് അതൊരു വലിയ വിടുതല. ഒന്നാമത്തെ കാര്യം, വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയാം. രണ്ടാമത്തെ കാര്യം, വിശുദ്ധന്മാരിൽ 18ാമത്തെ വാക്യം തന്നെ, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും രണ്ടാമത്തെ കാര്യമാണ്. വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം. ഇത് എഴുതിയിരിക്കുന്ന ഭാഷ അല്പം കോംപ്ലിക്കേറ്റഡാ, ഇത് പെട്ടെന്ന് മനസ്സിലാകുന്ന ഭാഷയല്ല. അതുകൊണ്ട് ഇത് എനിക്ക് മനസ്സിലായ ഭാഷയിൽ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. ക്രിസ്തുവിൽ നമ്മൾ ആരാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതാ വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം, ക്രിസ്തുവിലുള്ള നമ്മുടെ അവകാശം, അല്ലെ ക്രിസ്തുവിൽ നമ്മൾ ആരാണ് എന്ന് ദൈവജനം തിരിച്ചറിയണം. ആരാ? ദൈവസഭയിലുള്ള വിശുദ്ധന്മാർ തിരിച്ചറിയണം. എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങൾ തിരിച്ചറിയണം ഞാൻ ക്രിസ്തുവിൽ ആരാണ് എന്നുള്ളത്. നമ്മൾ ഈ 2 ദിവസങ്ങളിൽ ചില ചെറിയ കാര്യങ്ങളൊന്നും ഓർപ്പിക്കുകയുണ്ടായി. മോശയെ കുറിച്ച് നമ്മൾ പറഞ്ഞു, മോശയെ ദൈവം ഫറവോന്റെ മുമ്പിൽ കൊണ്ട് നിർത്തുമ്പോൾ എന്തോ ദൈവം പറഞ്ഞത്? ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു. ഏലിയാവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഏലിയാവ് പറഞ്ഞു, ദേശത്ത് ഞാൻ കൽപ്പിച്ചിട്ടല്ല അതിന് മഴ ഉണ്ടാകുന്നില്ല. നമ്മള് യോശുവയെ കുറിച്ച് പറഞ്ഞു, യോശുവ പറഞ്ഞു, സൂര്യൻ ഗിബെയോനിൽ ചന്ദ്രൻ അയ്യാളും താഴ്വരയിൽ നിൽക്കാം പറഞ്ഞപ്പോൾ അതുപോലെ സംഭവിച്ചു. യേശുവിന് പകരം നമ്മെ യേശുവിന്റെ അംബാസിഡേഴ്സ് ആയിട്ട് വെച്ചിരിക്കുക. കർത്താവിന്റെ അംബാസിഡേഴ്സാണ് നമ്മള്, കർത്താവിന്റെ പ്രതിനിധികളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയ ദൈവമക്കളെ, ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരാകാൻ, ദൈവത്തിന്റെ പ്രതിനിധികളാവാൻ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മള് ഇങ്ങനെയൊക്കെയാണോ നമ്മളൊക്കെ ഇരിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയ ദൈവമക്കളെ. നിങ്ങളുടെ ആ മുഖം തന്നെ കണ്ണടിയിലോട്ടൊന്ന് നോക്കി, ആ ക്യാമറയ്ക്കകത്തോട്ടൊന്ന് നോക്കി, അല്ലേ? ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരുടെ ആ ഷേപ്പുമായി ഇരിപ്പും ഒക്കെ ഒന്ന് കണ്ടു നോക്കി, അല്ലേ? നമ്മൾ ഇരിക്കുമ്പോഴൊക്കെ അങ്ങനെ തന്നെ ഇരിക്കണം. എന്തുവാ? ഞാൻ ദൈവത്തിന്റെ ഇത് വല്ലതൊക്കെ നമ്മൾ മനസ്സിലാക്കാറുണ്ട്. നമ്മൾ ആ പാടെ എന്റെ കർത്താവ് എനിക്ക് വിസ എപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ച് നമ്മളിരിക്കും. എന്റെ കർത്താവ് എന്റെ കാര്യം എപ്പം നടക്കും, ഒരു 10,000 രൂപ കിട്ടിയിരുന്നെങ്കിൽ പ്രശ്നം ഒന്ന് അവസാനിച്ചെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ കരഞ്ഞും പിഴിഞ്ഞും ഒക്കെ ഇരിക്കുന്നത്. നിങ്ങളുടെ മുഖം കണ്ണാടിയിലോട്ടൊന്ന് നോക്കിയേ, അടുത്ത് കണ്ണാടി വല്ലതും ഉണ്ടോ? ഒന്ന് നോക്കിയേ, മുഖത്തോട്ട് നോക്കിയേ. ഒന്ന് പറ, നമ്മളോട് തന്നെ ഒന്ന് പറഞ്ഞേ, ഞാൻ കർത്താവിന്റെ പ്രതിനിധിയാ. കർത്താവിന്റെ പ്രതിനിധി എന്ന് മാത്രമല്ല, ദൈവരാജ്യത്തിന്റെ കൂടെ പ്രതിനിധികളാണ്. ഒരു രാജ്യത്തിന്റെ റെപ്രസെന്റേറ്റീവ്സാണ് നമ്മള്. പക്ഷെ നമ്മുടെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ എന്തോ പറയുന്നേ, മറ്റേ പുള്ളി കഞ്ഞി പോലും കുടിക്കത്തില്ല, ആ പരുവത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്, അല്ലേ? നിങ്ങളൊന്ന് സന്തോഷത്തോടെ നിരുന്നേ ദൈവമക്കളെ. നിങ്ങളുടെ മുഖമൊക്കെ ഒന്ന് ചിരിച്ചേ, ഒന്ന് സന്തോഷത്തോടൊക്കെ നിരുന്നേ. നമ്മൾ ആരാ? ക്രിസ്തുവിൽ നമ്മൾ ആരാ? എന്നും കരച്ചില്ല. പെന്തക്കോസ്തി വന്നതിന്റെ അന്ന് തൊട്ട് കരച്ചില്ല. ഇത്രയും നാളായിട്ട് ഇതുവരെ കരച്ചിൽ തീർന്നിട്ടില്ല. ഈ കരച്ചിലൊക്കെ നിർത്താൻ വേണ്ടി ഇന്ന് രാത്രി ഇതൂന്ന് പറയും. ക്രിസ്തുവിൽ നമ്മൾ ആരാന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഈ മുഖത്തെ സങ്കടം തീരത്തില്ല, അല്ലേ? എന്നും കരച്ചില്ല. എന്നും വിശ്വാസത്തിൽ വന്നതിന്റെ അന്ന് തുടങ്ങിയ കരച്ചില്ല. പിന്നെ ഞായറാഴ്ച കഴിയുമ്പോൾ ഈ കരയുന്നത് നമുക്കൊരു വലിയ സന്തോഷം കൂടെ. എന്തുകൊണ്ടൊരു ഈ കഷ്ടതയുടെയും സങ്കടത്തിന്റെ, മലയാളത്തിൽ കുറെ പാട്ടും ഉണ്ടല്ലോ അങ്ങനെ, ഇതൊന്നും ഞാൻ എതിരല്ല കേട്ടോ. എന്നാലും ഈ പാട്ടൊക്കെ പാടി കേൾക്കുമ്പോൾ എന്തോ ഒരു ആശ്വാസം എന്നറിയാമോ? കഷ്ടത്തിന്റെ പാനപാത്രം ഇതൊക്കെ പറയുമ്പോഴത്തേനും നമുക്ക് എന്തോ ഒരു ഭയങ്കര ആത്മസംതൃപ്തിയാ, അല്ലേ? ഞായറാഴ്ച എന്നിട്ടൊരു സാക്ഷി കൂടെ പറയും, ജീവിതം എന്നും ശരിയായിട്ടില്ല. 40 വർഷമായിട്ടും ശരിയായിട്ടില്ല, പിന്നെ ഇതെന്ന് ശരിയാവാനാ, അല്ലേ? കുറെ കഷ്ടതയുടെ പാട്ടുണ്ട്. ഇതൊക്കെ മാറ്റിയിട്ട് കർത്താവിനെ വർഷിപ്പ് ചെയ്യുന്നത്, എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് താല്പര്യമുള്ള കൂട്ടത്തിലാട്ടോ. നമ്മുടെ ഞായറാഴ്ച ആരാധന എന്ന് പറയുന്നത് എന്തിനാണെന്നറിയോ? ഞായറാഴ്ച ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന് നന്ദി പറയാനും ദൈവത്തെ സ്തുതിക്കാനും. അത് ദൈവം നമുക്ക് ചെയ്ത ഉപകാരത്തെ ഓർത്ത് നന്ദി പറയാനല്ല, അതും വേണം ഇതിനിടയ്ക്ക്. പക്ഷേ ദൈവം ആരാന്നോർത്ത് നന്ദി പറ ആദ്യം. ഇത് നമ്മൾ ഞായറാഴ്ച വന്നിരിക്കുമ്പോൾ കണ്ണടയ്ക്കുമ്പോൾ തുടങ്ങും ബന്ധനം കഴിയട്ടെ എന്ന് പറഞ്ഞ് ഈ അഴിച്ചടിച്ചിട്ട് 40 വർഷമായിട്ട് അഴിയാത്ത സാധനത്തിൽ എന്തോ ഇത്, അല്ലേ? മിക്കവാറും ആൾക്കാർ മീറ്റിങ്ങിന് കയറുന്ന ദൂത് കേൾക്കാനാ. എന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും എന്നറിയണം. ഇത്രയും അതപ്പതിച്ച ഈ ആത്മലോകമൊക്കെ വിട്ടേച്ച് നമ്മൾ എന്നാ നമ്മളെ കർത്താവാക്കി വെച്ച ലെവലിലേക്ക് ഒന്ന് വരിക. കർത്താവിന്റെ സത്യത്തിൽ ഇതൊക്കെ കാണുമ്പോൾ സങ്കടം. പിന്നെ നമ്മളെയൊക്കെ അങ്ങ് സഹിക്കുക കർത്താവ്. ഇസ്രായേൽ ജനത്തെ സഹിച്ച ദൈവമല്ലേ, പിന്നെ നമ്മളെ അങ്ങ് സഹിക്കുക കർത്താവ്. ഇസ്രായേൽ ജനത്തെ കുറിച്ച് വായിക്കുന്ന അങ്ങനെ 40 വർഷം അവരെ സഹിച്ചെന്ന മരുഭൂമിയിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കർത്താവിനോട് ചോദിച്ച, കർത്താവ് അങ്ങ് എന്നെ സഹിക്കുവാണോ?
നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാതെ വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് കർത്താവിന് വേണ്ടി വലിയ കുറ്റമുണ്ട്, കർത്താവ് വേണ്ടി വലിയ കുഴപ്പക്കാരോ, കർത്താവ് വേണ്ടി വലിയ കുഴപ്പം ചെയ്തു പോലെ. പിന്നെ കർത്താവിനോട് എന്നാലും നീ എന്നോട് അങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ ആ ദൈവത്തോടുള്ള മനോഭാവം, ആ രീതികളൊക്കെ ഒന്ന് മാറട്ടെ. നമ്മൾ ഇതിനൊന്നും അല്ലെന്നേ കർത്താവ് വിളിച്ചത്. എന്നും ഒന്നും കരഞ്ഞും പിഴിഞ്ഞും ഇരിക്കാനും പിശാചിനെ പേടിച്ച് അതിൽ നടക്കാനൊന്നും അല്ല കർത്താവ് നമ്മളെ വിളിച്ചത്. നമ്മളെ വിളിച്ചത് നല്ല സിംഹത്തെ പോലെ ജീവിക്കാൻ വേണ്ടിയിട്ടാ. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും മെതിച്ചു കളയും. അതിനെ ദൈവം നമ്മളെ വിളിച്ചത്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അതാ നമ്മുടെ ആത്മലോകം, നമ്മുടെ ലെവൽ അതാ. പിശാചിന് മുമ്പിൽ ചെന്ന് പിശാച് പോയി തരാമെന്ന് പറയുന്ന ലെവലല്ല നമ്മുടേത്. അധികാരത്തോടെ പറയണം. യേശുവിന്റെ നാമത്തിൽ പോകാൻ പറഞ്ഞാൽ പോകണം. ആ ലെവലിലേക്ക് നമ്മൾ കയറണം. അതാ ക്രിസ്തുവിൽ നമ്മൾ ആരാണെന്ന് തിരിച്ചറിയുന്ന ലെവൽ. അതിനെ എലിയോ പറയുന്നത്, എനിക്കറിയാം ഞാൻ പറഞ്ഞിട്ടല്ലാതെ പെയ്യണ്ട. അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? പ്രൈസ് ഗോഡ്. പണ്ട് നമ്മുടെ ആശാരി ഉപദേശി പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. ആശാരി ഉപദേശി പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കുടിയനോ മറ്റാരാണ്ട് വന്നിട്ട് പുള്ളി അടിക്കാൻ വേണ്ടി വന്നു. യേശുവിന്റെ നാമത്തിൽ അവിടെ നിൽക്കാൻ പറഞ്ഞു. അന്ന് പുള്ളി കുറച്ചു നേരത്തെ ഇങ്ങനെ നിന്നു. പിന്നെ പുള്ളി പ്രസംഗം കഴിഞ്ഞിട്ട് പുള്ളി തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചിട്ട് പൊക്കോളം പറഞ്ഞപ്പോൾ പുള്ളി അവിടെ നിന്ന് അനങ്ങിയത്. അതിന്റെ പേരാ അധികാരം, അതിന്റെ പേരാ ശക്തി. ഇതൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചത്. ഇതൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചത്. ഇനിയെങ്കിലും നിങ്ങളൊന്ന് ചിരിച്ചേ, ഇനിയെങ്കിലും നിങ്ങളൊന്ന് നേരെ ഒന്ന് ഇരുന്നേ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നട്ടെ. എന്നിട്ട് നമ്മുടെ മുഖത്തിന്റെ ഷേപ്പ് കണ്ടാൽ തന്നെ പിശാച് ഓടിച്ചിട്ട് അടിക്കും അല്ലേ? നമ്മുടെ മുഖത്തിന്റെ ഭാവം കാണുമ്പോഴേ തന്നെ അറിയാം. എന്നിട്ട് ഒരു കൊട്ടു കൊടുത്താൽ ഇവനെ എവിടെയെങ്കിലും കിടന്നോളുന്നു. ഇവന് പിന്നെ ആയുഷ് കാലത്ത് എഴുന്നേക്കത്തില്ലെന്ന് പിശാചിന് നന്നായിട്ട് അറിയാം. നമ്മുടെ മുഖഭാവം കാണുമ്പോൾ തന്നെ പിശാച് വിറയ്ക്കട്ടെ. പൈശാചിക മണ്ഡലങ്ങളുടെയൊക്കെ ഫാർ അബൌവ് ദൈവം നമ്മളെ വെച്ചിരിക്കുന്നത്. ഈ വാക്യം താഴ്ത്തു വരുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്. ഫാർ അബൌവ്, പൈശാചിക മണ്ഡലങ്ങളുടെ അത്യന്തം മീതെ കർത്താവ് നമ്മളെ വെച്ചിരിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മുടെ ആ സ്പിരിച്വൽ റലം, ഞാൻ യേശുവിന് പകരമാണ് ഈ ലോകത്ത് ജീവിക്കുന്നതെന്ന് ചിന്തിക്കാൻ പറ്റുമോ? നിങ്ങൾ ഇരിക്കുന്ന കസേരയിൽ നിങ്ങൾ യേശുവിന് പകരം ഇരിക്കുന്നതെന്ന് ചിന്തിക്കാൻ പറ്റുമോ? നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ഞാൻ യേശുവിന് പകരമാണ് സംസാരിക്കുന്നതെന്നും ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ അധികാരത്തോടെ, ശാസ്ത്രിമാരെ പോലെയല്ല, പരീശന്മാരെ പോലെയല്ല, അവൻ അധികാരമുള്ളവനായിട്ട് അത്ര സംസാരിച്ചത്. അങ്ങനെയൊക്കെ ഒന്ന് സംസാരിക്കാമോ? കാരണം നമ്മൾ ഈ രാജ്യത്തിന്റെ ഉത്തരവാദിത്വം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. ഒരു രാജ്യത്തിന്റെ റെപ്രസെന്റേറ്റീവാ നമ്മള്. ദൈവരാജ്യത്തിന്റെ റെപ്രസെന്റേറ്റീവാ. ദൈവരാജ്യത്തിന്റെ അംബാസിഡേഴ്സാ നമ്മള്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ ലെവലിലേക്ക് വരാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. പൗലോസ് പറയുന്നത്, ഞാൻ ഈ ദൈവശക്തി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ആളാ. ഞാൻ ദൈവത്തിന്റെ സ്നേഹിതനാ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ വായിക്കുന്നത്, ഞാൻ നിങ്ങളെ എന്റെ ദാസന്മാരെന്ന് വിളിക്കുന്നത് നിങ്ങളെന്റെ സ്നേഹിതനാ. ദൈവത്തിന്റെ സ്നേഹിതനൊക്കെ ഇങ്ങനെയാണോ ഇരിക്കുന്നത്? നിങ്ങളുടെ മുഖത്തോട്ട് നോക്കിയേ, ഒന്നുകൂടെ കണ്ണാടിയിലോട്ട് നോക്കിയേ. ദൈവത്തിന്റെ സ്നേഹിതന്റെ ഇരിപ്പിന്റെ മുഖത്തിന്റെ ഷേപ്പൊക്കെ കണ്ടോ, ഇരിപ്പൊക്കെ കണ്ടോ? നോക്കി. ദൈവത്തിന്റെ സ്നേഹിതനാണ് പോലും. പറയാൻ തന്നെ നാണക്കേട് അല്ലേ? ഭാഷ ഒന്ന് പ്രാർത്ഥിക്കാവോ? ഞാൻ ആ കട്ടത്തില ഇത് നടക്കുമെന്നൊന്ന് പറയാവോ അല്ലേ? ഇതൊക്കെ മാറട്ടെ. നമ്മുടെ ഇയ്യോബൊക്കെ പറഞ്ഞ പോലെ പറയണം, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. പ്രൈസ് ഗോഡ്. അങ്ങനെ പറയാനുള്ള ചങ്കൂറ്റവും തൻ്റെ ഇടം കൊണ്ട് അതൊക്കെ കാണുമ്പോൾ തന്നെ പിശാച് വഴി മാറട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പിശാചിന് ഇഷ്ടം അതറിയോ? കരയുമ്പോൾ നമുക്കൊരു ആത്മസംതൃപ്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കരച്ചിൽ ഇതൊന്നും നിർത്തണ്ടേ? നിങ്ങൾ കരയേണ്ടത് നിങ്ങളുടെ പ്രശ്നത്തിന്റെ ഗംഭീരതയെ ഓർത്തിട്ടല്ല. ഞാൻ കരയും ദൈവസന്നിധി ഇരിക്കുമ്പോൾ ഞാൻ കരയും. എപ്പോഴാണെന്നറിയോ? ദൈവസാന്നിധ്യം ഇറങ്ങുമ്പോൾ തന്നെ കണ്ണീര് വരും. ദൈവസാന്നിധ്യം അനുഭവിക്കുമ്പോഴേ ഞാൻ കരയാറുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് വിസ കിട്ടിയില്ലെന്ന് ഓർത്ത് ഞാൻ കരയാറില്ല. 2 പ്രാവശ്യം ഞാൻ US വിസയ്ക്ക് അപ്ലൈ ചെയ്തു, എനിക്ക് കിട്ടിയില്ല. ഞാൻ കരഞ്ഞില്ല, സങ്കടമില്ല, ഒന്നുമില്ല. ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ തരും, ഇല്ല, നോ പ്രോബ്ലം. പട്ടിണിയാണോ? സന്തോഷം, നോ ഇഷ്യൂ. നമുക്ക് അതിനുവേണ്ടി ഒന്നും കരയത്തില്ല. കർത്താവ് എനിക്ക് വാടക കൊടുക്കാനില്ല, കർത്താവ് എങ്ങനെയും വാടക. ഞാൻ പ്രാർത്ഥിക്കാറില്ല. എനിക്കറിയാം എനിക്ക് വാടക കൊടുക്കണം എന്നുള്ളത് കർത്താവിന് അറിയാം. സമയം നമുക്ക് കർത്താവ് തരും. ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവസാന്നിധ്യം ഇല്ലേ എനിക്ക് സങ്കടം വരും. ദൈവസാന്നിധ്യം ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുന്ന മുറിക്കകത്ത് ദൈവസാന്നിധ്യം സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് സങ്കടം വരും. എന്നെ കാണുന്നറിയും. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയും, കർത്താവ് എനിക്ക് കൊതിയാ, എനിക്ക് അങ്ങോട്ട് സാന്നിധ്യം വേണ്ടിയത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി അങ്ങനെ ആ സാന്നിധ്യത്തെ കൊതിക്കാൻ, ആ ദൈവത്തിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ്. നമ്മുടെ കർത്താവ് യഹൂദ ഗോത്രത്തിന്റെ ബാലസിംഹം അല്ലേ? ബാലസിംഹത്തെ പോലെയൊക്കെ ഒന്ന് ജീവിക്കാൻ, ആ ബാലസിംഹം നമ്മുടെ അകത്തിരിക്കുകയാണെങ്കിൽ കരഞ്ഞോണ്ടിരിക്കാൻ പറ്റുമോ? കർത്താവ് പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന്. നിങ്ങളൊന്ന് പറഞ്ഞു, എന്റെ മേലെ അധികാരം ഉണ്ടെന്ന്, എന്റെ അകത്ത് അധികാരം ഉണ്ടെന്നൊന്ന് പറഞ്ഞേ. ജീസസ്, ഹോളി സ്പിരിറ്റ്. പിശാചിനെ പേടിച്ച് നമ്മൾ ജീവിക്കാനല്ല, നമ്മളെ പേടിച്ച് പിശാച് ജീവിക്കട്ടെ. ദാറ്റ് ഈസ് ബിബ്ലിക്കൽ. അതാ ദൈവവചനം പറയുന്നത്.
അങ്ങനെ ഒരു ധൈര്യം ഇന്ന് രാത്രി നമ്മുടെ അകത്തോട്ട് കയറട്ടെ. പിശാചിനോട് പറയും, ഇനി നിനക്ക് എന്നെ പേടിപ്പിക്കാൻ പറ്റത്തില്ല. ദൈവദിനം പറയുന്നു, ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ദൈവദിനം പറയുന്നു, പിശാചിന്റെ തീയമ്പുകളെ ഒക്കെ കെടുക്കുവാൻ തക്കതായ വിശ്വാസം. ഇന്ന് രാത്രി പറ, പിശാചിന് നിനക്ക് എന്നെ തൊടാൻ പറ്റത്തില്ല, യേശുവിന്റെ നാമത്തിൽ നിനക്ക് എന്നെ തൊടാൻ പറ്റത്തില്ലെന്ന് പറ. അങ്ങനെ ഒരു ആത്മമണ്ഡലത്തിലാണ് ദൈവം നമ്മൾ വെച്ചിരിക്കുന്നത്. ആത്മതീക്കകത്ത് ജീവിക്കുന്ന നമ്മളെ പിശാചിന് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. അവന്റെ തന്ത്രമുള്ളൂ, അവന്റെ തന്ത്രം കൊണ്ട് അവൻ നമ്മുടെ അടുത്ത് പോയി നമ്മളെ ട്രാപ്പ് ചെയ്യുന്നത്. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. നമ്മൾ ഇവന്റെ ഒക്കെ മുകളിലാണ്. അതുകൊണ്ടല്ലേ യോഹന്നാന്റെ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത് 4:4, പത്രോസ് യോഹന്നാൻ പറഞ്ഞത് 4:4, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു, നിങ്ങളിലുള്ളവൻ. ആ വാക്യമൊക്കെ കാണാതെ അറിയാം, പക്ഷെ കാര്യത്തോടെ എടുക്കുമ്പം പാസ്റ്റർ ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് പുറകത്തെ വാതിക്കൂടെ ഇറങ്ങി നമ്മൾ വീട്ടിൽ പോകും അല്ലേ. ഇന്ന് രാത്രി നമ്മുടെ ആ ആറ്റിറ്റ്യൂഡ് മാറട്ടെ. യഹൂദ ഗോത്രത്തിന്റെ ബാലസിംഹം. അങ്ങനെയാ നമ്മുടെ കർത്താവിനെ ഉപമിച്ചിരിക്കുന്നത്. ഇനി നമ്മളെ ഉപമിച്ചിരിക്കുന്നത് കഴുകനോടാ. കഴുകന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? കഴുകൻ ഈ നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആപ്പയൂപ്പ പരിപാടിക്കൊന്നും ഇടപെടത്തില്ല. പുള്ളിയുടെ ലെവല് വേറെയാ. പുള്ളി താഴെ എങ്ങും താമസിക്കത്തില്ല. പുള്ളി താമസിക്കുന്നത് തന്നെ വലിയ പർവ്വതങ്ങളുടെ മുകളിലാണ്. അവിടെ കൂടി വെക്കത്തുള്ളൂ. പുള്ളി മേളിൽ കൂടെ പറന്ന് നടക്കത്തുള്ളൂ. ആവശ്യമില്ലാത്ത ആൾക്കാരൊന്നും കൂട്ടത്തിൽ കൂട്ടുകൂടത്തില്ല. പുള്ളിക്ക് അറിയാം പുള്ളി ആരാന്നുള്ളത്. രാത്രി ദൈവമക്കളെ നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ ആരാന്നുള്ളത് അല്ലേ. നിങ്ങളുടെ മുഖമൊക്കെ കണ്ടിട്ട് എനിക്ക് തന്നെ സങ്കടം പറ്റുക. കഞ്ഞി കുടിച്ചില്ലേ എന്തോ. സിസ്റ്റർ, ഇനി അടുത്ത പ്രാവശ്യം ആരാധന വെക്കുന്നു, മീറ്റിംഗ് വെക്കുന്നുണ്ടെങ്കിൽ പറയണം, കഞ്ഞി കുടിച്ചിട്ടിരിക്കാൻ പറയണം. വിശക്കുന്നു കൊണ്ട് ഈ പുള്ളി ഇട്ട് നിർത്തുന്നുമില്ല. അത് എപ്പോഴും എങ്ങനെ പോകുന്നെന്ന് വിചാരിച്ചിട്ട് ഇതിനിടയ്ക്കിട്ട് കഞ്ഞി കുടിക്കാനും പറ്റത്തില്ല, വീഡിയോ ഓൺ ചെയ്യാനും പറഞ്ഞു. ആകെപ്പാടെ പെട്ടുപോയെന്നുള്ള രീതി അല്ലേ. ഈ ദൈവ സാന്നിധ്യം നമ്മുടെ അകത്ത് വ്യാപരിക്കട്ടെ. നമ്മളൊക്കെ ആരാണ്? ക്രിസ്തുവിൽ. പൗലോസിന്റെ പ്രാർത്ഥനയുടെ വിഷയത, ഇവരുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണം. ഇവർ തിരിച്ചറിയണം ഇവരുടെ മേൽ ഒരു വിളിയുണ്ടെന്ന്. രണ്ടാമത്തെ കാര്യം, ഇവർ തിരിച്ചറിയേണ്ടത് ഇവരുടെ മേൽ ഇവർ ക്രിസ്തുവിൽ ആരാണെന്ന് തിരിച്ചറിയണം. ഇന്ന് രാത്രി നമുക്ക് വേണ്ടി ദാദാ, ഞാൻ ക്രിസ്തുവിൽ ആരാണെന്ന് തിരിച്ചറിയണം. നിങ്ങളുടെ കൂടെ 2 ദൂതന്മാർ എപ്പോഴും ഉണ്ട് ഇല്ലേ? 2 ദൂതന്മാർ എപ്പോഴും കൂടെയുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ അകത്തുണ്ട്. പിതാവും പുത്രനും നമ്മുടെ കൂടെയുണ്ട്. ഒരു സ്വർഗീയ അകമ്പടിയോടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. എന്നാലും നമ്മുടെ സങ്കടവും കഷ്ടവും ഒന്നും മാറത്തില്ല. എന്തോ ചെയ്യുമെന്ന് പറ. ഇന്ന് രാത്രി അതൊന്ന് തിരിച്ചറിഞ്ഞ ദൈവമക്കളെ, നിങ്ങളൊക്കെ വഴിയെ നടക്കുമ്പോൾ ഇതൊക്കെ വേണം നിങ്ങളുടെ മനസ്സിൽ കൂടെ പോകാൻ. അല്ലെ, വഴിയെ നടക്കുമ്പോഴത്തേന് ആ സാരി കൊള്ളാലോ, അതിന്റെ കളർ കൊള്ളാലോ എന്ന് പറഞ്ഞല്ലേ നടക്കണ്ടേ. നമ്മള് വഴിയെ നടക്കുമ്പോഴും ആത്മമനുഷ്യരായിട്ട് നടക്കണം. നിങ്ങൾക്ക് വേണ്ടി സാരിയൊക്കെ ദൈവം വീട്ടിൽ കൊണ്ടുതരും. വിശ്വാസമുണ്ടോ? വഴിയെ നടക്കുമ്പോൾ അയ്യോ എന്റെ ചുരിദാറാണോ പുള്ളിക്കാരുടെ ചുരിദാറാണോ കൊള്ളാമെന്ന് എന്നൊന്നും അല്ല വിചാരിച്ചാണ്. നമ്മൾ ആത്മമനുഷ്യനായിട്ട് നടക്കണം. ആത്മമനുഷ്യനായിട്ട് ആ ഒരു റിലത്തിനകത്ത് നടക്കണം. നമ്മുടെ മൈൻഡിൽ കൂടെ ആത്മീക കാര്യങ്ങൾ വേണം ചലിക്കാൻ. പ്രൈസ് ഗോഡ്. നമ്മുടെ ലെവൽ വേറെ ആയിരിക്കണം. വഴി കൂടെ ഒക്കെ നടക്കുമ്പോഴും അന്യഭാഷ പറഞ്ഞ് ഒരു സ്പിരിറ്റ് ഫീൽഡ് എന്ന് പറയും, ആത്മനിറവിൽ വേണം ജീവിക്കാൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ? പറ്റത്തില്ലേ? ഡൽഹിക്ക് പോവാ, നമ്മുടെ കൂടെ ഇവിടെയൊക്കെ കുറച്ചാൾ താമസിക്കുമ്പോൾ നമ്മളൊക്കെ പഠിപ്പിച്ചു തരാം. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. പൗലോസിന്റെ ഭാഷയാ. പ്രൈസ് ദി ലോർഡ്. ദൈവങ്ങളെ, ഞാൻ പറയാൻ വന്ന കാര്യം ഇതാ, നമ്മൾ ഇനി ജീവിക്കുന്നെങ്കിൽ അധികാരത്തോടെ ജീവിക്കണം. കർത്താവ് പറഞ്ഞ വേറൊരു വാക്കുകൊണ്ട് ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും. എടാ, നമ്മുടെ മുഖത്തോട്ട് നോക്കി ഇതുവല്ലോ തോന്നുമോ? നമ്മുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ അത് തോന്നണം. നമ്മളൊരു കാര്യം പറയുമ്പം കേൾക്കുന്നവർക്ക് തോന്നണം ഈ പുള്ളി പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന്. ചുമ്മാ ആൾക്കാരെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഒരു ഗൗരവം നമ്മുടെ മുഖത്ത് വരട്ടെ. പ്രൈസ് ദി ലോർഡ്. ആവശ്യമില്ലാത്ത ചെറിയ കാര്യങ്ങളൊന്നും ഇടപെടാൻ പോകല്ലേ. ഉന്നതമായ കാര്യങ്ങളിൽ ഇടപെടണം. വലിയ കാര്യങ്ങൾക്കകത്ത് ഡീൽ ചെയ്യാൻ തുടങ്ങണം. കഴുകനെ പോലെ ഉയർന്ന് പറക്കാൻ പഠിക്കണം. ഈ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ചലിക്കരുത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ വലിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിന്റെ മുമ്പിൽ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് അതിന്. ഈ സിംഹം മറ്റു ജീവികളെക്കാളൊക്കെ സിംഹത്തെ വ്യത്യസ്തനാക്കുന്നത് എന്താണെന്നറിയാമോ? സിംഹത്തെക്കാൾ വലിയ ജീവികൾ കാട്ടിലില്ലാഞ്ഞിട്ടല്ല. വലിയ കാട്ടുപോത്തും പിന്നെ ആനയും അതുപോലുള്ള വലിയ ജീവികളൊക്കെ ഉണ്ട്. സിംഹത്തെക്കാൾ വലുതാ. പക്ഷെ സിംഹത്തെ എന്തുകൊണ്ടാണ് കാട്ടിലെ രാജാവ് എന്ന് പറയുന്നത്? ഒറ്റ കാര്യമുള്ളൂ, പുള്ളിയുടെ മനോഭാവം, പുള്ളിയുടെ ആറ്റിറ്റ്യൂഡാ. ഇന്ന് രാത്രി ദൈവമക്കളെ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലോട്ട് കയറി എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ പുള്ളിയാന്ന് പറഞ്ഞ് നടക്കണമെന്നല്ല ഞാൻ പറഞ്ഞു. നമ്മുടെ അകത്ത് പൈശാചിക മണ്ഡലങ്ങൾക്കെതിരെ നമ്മുടെ ജീവിതത്തിന്റെ നിലവാരങ്ങൾക്കകത്ത് നമുക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം.
പ്രൈസ് ഗോഡ്. ഈ കഴുകന്റെ പ്രത്യേകതയെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴേ സിംഹത്തിന്റെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് കൊണ്ട് പോകാം. സിംഹത്തെ വിളിക്കുന്ന ഒരു പേരുണ്ട്, ടെറിറ്റോറിയൽ ആനിമൽ എന്ന് വിളിക്കുന്നത്. ടെറിറ്റോറിയൽ ആനിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരു ഏരിയ പുള്ളി നിശ്ചയിച്ചിട്ടുണ്ട്. അത് 2 കിലോമീറ്ററൊക്കെ മിനിമം സാധാരണ. ഈ 2 കിലോമീറ്ററിനകത്ത് പുള്ളിയുടെ അധികാരമില്ലാതെ ഒരെണ്ണം ചലിക്കത്തില്ല. അങ്ങനെ ഒരു അധികാര പരിധി കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ജീവി ലോകത്തിൽ സിംഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പുള്ളി സിംഹമായിരിക്കുന്നത്. അതുകൊണ്ടാണ് സിംഹമായിരിക്കുന്നതും സിംഹത്തെ കാടിന്റെ രാജാവ് എന്ന് വിളിക്കുന്നതിന് കാരണം നമ്മുടെ കർത്താവ് ബാലസിംഹമാണ്. ആ സിംഹമാണ് നമ്മുടെ അകത്ത് വസിക്കുന്നത്. നമ്മുടെ ഒരു ഏരിയ ഉണ്ട്, ആ ഏരിയക്കകത്ത് ഒരു പൈശാചിക മണ്ഡലം ചലിക്കാൻ അനുവദിക്കല്ലേ. ആ ഒരു അധികാരം വാഴുന്നവരാ. ദൈവം നമ്മളെ ആക്കിയത് വാഴാൻ വേണ്ടിയിട്ടാ. പ്രൈസ് ഗോഡ്. എന്ന് പറഞ്ഞ് നിങ്ങളുടെ വീട്ടിനകത്ത് വാഴേണ്ട നിങ്ങളാ, പിശാചല്ല. ആമേൻ. വേറൊരു കാര്യം കൂടെ വചനത്തിൽ വായിക്കുന്നുണ്ട്, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത്. ആരാ? നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത്. നമ്മളിപ്പോഴും പറയാം, കർത്താവ് ഒന്ന് കെട്ടിത്തരാമോ, അല്ലേ? നമ്മളിപ്പോഴും പറയാം, കർത്താവ് എന്നെ കൊണ്ട് ഒരു രക്ഷയില്ല, ഒന്ന് കെട്ടിത്താ. കർത്താവ് പറയാം, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെട്ട്. കർത്താവ് ഇതൊന്നും അങ്ങനെയൊന്നും അഴിച്ചു തരാമെന്ന് പറഞ്ഞ് നമ്മൾ ഉപവാസം എടുക്കുന്നത്. കർത്താവ് പറയട്ടെ, ഞാൻ നിനക്ക് ചാവി തന്നിട്ടുണ്ട്, താക്കോല് തന്നിട്ടുണ്ട്, നീ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പോ. വണ്ടി മേടിച്ച് കർത്താവ് നമുക്ക് തന്നു, വണ്ടിയുടെ താക്കോലും കൈ തന്നു. ഇപ്പോഴും പറയാം, കർത്താവ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തരാമോ? കർത്താവ് പറയാം, നിനക്ക് അറിയാമല്ലേ, പോയി വരാമല്ലേ, പണി നോക്ക്, അറിയാൻ തന്നെ ഞാൻ ഏൽപ്പിക്കാന്ന് കർത്താവ് പറയും. എന്ന് പറ, ഞാൻ എന്റെ അധികാരം, ദൈവം എന്നെ ഏൽപ്പിച്ച അധികാരത്തിനകത്ത് ഞാൻ വാഴുക യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഈ കഴുകൻ ഒരു പ്രത്യേകതയുണ്ട്. കഴുകൻ ഈ വലിയ കാറ്റും മഴയൊക്കെ വരുമ്പോഴേ ആ മഴയിലോട്ടൊക്കെ അങ്ങ് ഇറങ്ങും കഴുകൻ. മറ്റുള്ള എല്ലാ ജീവികളും മഴ വരുമ്പം പെരക്കകത്ത് കയറും, കൂട്ടിനകത്ത് കയറും. പക്ഷെ കഴുകൻ ചെയ്യുന്നത് എന്താണെന്നറിയാം? കഴുകൻ മഴയത്തോട്ട് അങ്ങ് ഇറങ്ങും. പുള്ളി ഈ കാറ്റും കൊടുങ്കാറ്റും ഒക്കെ വരുമ്പോൾ പുള്ളി അതിനെ അങ്ങ് ആസ്വദിക്കും. സത്യത്തിൽ ഈ കഴുകൻ എന്ന് പറയുന്ന ഒരു മടിയുള്ള ജീവിയാ. പക്ഷെ ഈ കൊടുങ്കാറ്റൊക്കെ വരുമ്പോൾ പുള്ളി ഈ വലിയ കാറ്റൊക്കെ അടിക്കുമ്പോൾ ഈ കാറ്റിനകത്ത് എയർ ഗ്യാപ്പുകളുണ്ട്. അതിനകത്ത് ചെറിയ വാക്കും വരുന്ന എയർ ഗ്യാപ്പുകളുണ്ട്. പുള്ളി ഈ കാറ്റിനിടയ്ക്കൂടെ അങ്ങോട്ട് ഈ എയർ ഗ്യാപ്പിനകത്തോട്ട് കയറും. അവിടെ എന്നിട്ട് ചിറകും പിഴച്ച് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നടക്കും. പുള്ളി അതിനെ അങ്ങ് ആസ്വദിക്കുക. പ്രശ്നങ്ങളെ ആസ്വദിക്കുന്ന ഏക ജീവി കഴുകനാണ്. അതുകൊണ്ടൊക്കെയല്ല കഴുകനോട് നമ്മളെ ഊമ്പിച്ചിരിക്കുന്നത്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാ: ഏത് പ്രശ്നത്തിനകത്തും ചിറകടിച്ച് കയറാൻ പറ്റുന്ന ഒരേ ഒരു ഗ്രൂപ്പേ ഉള്ളൂ, അത് നമ്മളാ. യെസ്, പറ്റുമോ? ഇന്ന് രാത്രി നിങ്ങളുടെ പ്രശ്നങ്ങളെ നോക്കി പറ, എന്റെ പ്രശ്നത്തിന്റെ മുകളിൽ ഞാൻ പറക്കും. ഇനി കഴുകന്റെ വേറൊരു പ്രത്യേകതയുണ്ട്. കഴുകനെയൊക്കെ നമ്മളോട് ഊമ്പിച്ചിരിക്കുന്ന ദൈവമക്കളെ, യശയാപ്രവചനത്തിൽ അല്ലേ? കഴുകന്റെ വേറൊരു പ്രത്യേകത, കഴുകന്റെ 20 പ്രത്യേകതയുണ്ട്. അത് തന്നെ ഒരു 1.5 മണിക്കൂർ പ്രസംഗിച്ച തീരത്തിൽ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. 1-2 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക. കഴുകൻ ഈ മഴ വരുമ്പോഴത്തേക്ക് മഴയ്ക്കകത്തോട്ട് പറക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല. ഇത് കുറെ നേരമൊക്കെ എൻജോയ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ മഴ അങ്ങ് ശക്തമാകുമ്പോൾ പുള്ളി നേരെ 10,000 അടി മേളിലോട്ട് അങ്ങ് പറക്കും. 10,000 അടി ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന ഏക പക്ഷിയാണ്. എവിടെന്ന് പറഞ്ഞാൽ 10,000 അടി മേളിൽ ഓക്സിജൻ പോലും ഇല്ല. അവിടെ പറക്കാൻ പറ്റുന്ന ഏക ജീവി കഴുകനാ. പുള്ളി നേരെ മേഘത്തിന്റെ മണ്ടയിലോട്ടം കയറും. മേഘത്തിന്റെ മണ്ടയിലോട്ട്. എന്തോ കാര്യം എന്നറിയാമോ? മേഘത്തിൽ നിന്നല്ല മഴ വരുന്നേ, ഈ മഴ വരുന്നതിന്റെ മുകളിലോട്ട് പുള്ളിയും കയറും. ഇതൊക്കെ ആ ഒരു ആത്മ മനുഷ്യന്റെ ലൈഫിൽ വേണ്ടിയത്. പ്രശ്നങ്ങളുടെ മുകളിലേക്ക് പറന്നങ്ങ് കയറണം ആത്മതലത്തിൽ. ജീസസ്, യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് ഞാനൊന്ന് അങ്ങനെ കയറാൻ പോവാ. എന്റെ പ്രശ്നങ്ങളുടെ മീതെ ഞാൻ പറക്കാൻ പോവാ. ജീസസ്, പ്രശ്നങ്ങൾ മാറിയില്ലെങ്കിലും ഞാൻ അതിന്റെ മേളിൽ പറക്കും, അല്ലേ? അതിനാണ് ചന്ദ്രക്ക് മേശക്ക് അഭിദിനും ഒക്കെ പറഞ്ഞത്, ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ ഈ തീച്ചൂളയിൽ നിന്ന് വിടുവിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയാം. ഇനി വിടുവിച്ചില്ലേ പോലും ഞാൻ ഈ ദൈവത്തെ തള്ളിപ്പറയുന്ന പരിപാടിയില്ല. അതിനാ പറയുന്നത് ഇതിന്റെ മേളിലോട്ട് കയറി പറക്കണമെന്ന് പറയുന്നത്. ഇന്ന് എത്ര പേർക്ക് അങ്ങനെ തയ്യാറുണ്ട്? ദൈവമക്കൾ, ഇതൊക്കെയാ ഒരു ശിഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. വിശ്വാസിയായി എന്നും കരഞ്ഞും പിഴിഞ്ഞും ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ എന്റെ കണ്ണുനീര് തുടയ്ക്കുന്ന ദിവസമായി ഇന്ന് രാത്രി. എന്റെ കണ്ണുനീര് തുടയ്ക്കുന്ന ദിവസമായി ഇന്ന് രാത്രി. ഞാൻ കരച്ചിൽ നിർത്തുന്ന ദിവസമായി ഇന്ന് രാത്രി. ജയത്തോടെ ജയോത്സവകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ ഞാൻ തുടങ്ങുന്ന രാത്രിയായി ഇന്ന്. ആമേൻ, ഹല്ലേലൂയ. ദൈവം അതിനായിട്ടാണ് നമ്മളെ വിളിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. ആ ഒരു ഉത്തരവാദിത്വമാണ് ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. ആ ഒരു ദൗത്യമാണ് ദൈവം നമ്മുടെ മേൽ വെച്ചിരിക്കുന്നത്. കർത്താവിന് പകരം ഈ ലോകത്തിൽ നിന്നുകൊണ്ട് അതിനു വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞ ക്രിസ്തുവിൽ ആരാണ് നമ്മൾ തിരിച്ചറിയണം. ക്രിസ്തുവിന് പകരം നമ്മൾ ഈ ലോകത്തിൽ വെച്ചിരിക്കുക. കരഞ്ഞോണ്ടിരിക്കാൻ പറ്റുമോ? ജീസസ്. സോ ഈ ഒരു ലെവൽ നമ്മൾ മനസ്സിലാക്കുക. ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത്,
എന്റെ വിളി എന്താണെന്ന് മനസ്സിലാക്കുക. 2, ക്രിസ്തുവിൽ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യമാണ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നത്. 19ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് മൂന്നാമത്, ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന 3 കാര്യങ്ങൾ. 1, വിളിയാലുള്ള ആശ. 2, അവകാശത്തിന്റെ മഹിമാധനം അഥവാ ക്രിസ്തുവിൽ നമ്മൾ ആരാണെന്നുള്ളത്. 3ാമത്, അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും തിരിച്ചറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ ഇത് പൗലോസിന്റെ പ്രാർത്ഥനയാണെന്ന്. പ്രാർത്ഥനയ്ക്കകത്തെ അവസാന പ്രാർത്ഥനാ വിഷയം ഇതാണ്: ദൈവമേ, ഈ ജനത്തിന്റെ കണ്ണു തുറക്കണം. എന്തിനാ കണ്ണു തുറക്കുന്നത്? 1, ഇവർ മനസ്സിലാക്കണം ഇവരുടെ പേര് ഒരു വിളിയുണ്ടെന്ന്. 2, ഇവർ മനസ്സിലാക്കണം ഇവർ ക്രിസ്തുവിൽ ഇവർക്ക് വലിയൊരു ദൗത്യമുണ്ടെന്ന്, ക്രിസ്തുവിൽ ആരാണെന്നുള്ളത് ഇവർ തിരിച്ചറിയണം. 3ാമത്തെ പ്രാർത്ഥനാ വിഷയം പൗലോസ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി. ആർക്കു വേണ്ടിയാ? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതാണ് എന്ന് ഈ ജനം തിരിച്ചറിയണം. ഓക്കെ, 3ാമത്തെ കാര്യം ഇതും കൂടെ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കാൻ പോവാം. ഇത് ഒത്തിരി വിശദീകരിക്കാൻ എന്റെ മുമ്പിൽ സമയമില്ല, പക്ഷേ ജസ്റ്റ് ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഇത് ബേസ് ചെയ്തതിന്റെ ഒരു പുസ്തകം തന്നെ എഴുതി. ഇതൊരു വലിയ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ സംഭവം. പ്രൈസ് ഗോഡ്. ദൈവജനം തിരിച്ചറിയേണ്ട കാര്യം എന്താണ്? പ്രത്യേകിച്ച് ശിഷ്യന്മാരായിരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാര് പറഞ്ഞല്ലോ, കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് എന്തോ കൊടുത്തു? 1, അധികാരം കൊടുത്തു. 2, ശക്തി കൊടുത്തു. പരിശുദ്ധാത്മാവിനെ കൊടുത്തു. പിന്നെ വചനവും കൊടുത്തു. വചനത്തെ കുറിച്ച് നമുക്ക് ഇന്ന് ടച്ച് ചെയ്യാൻ സമയം നമുക്കില്ല. ഓക്കെ, വചനവും തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. ഇതിനകത്ത് നമ്മൾ ശക്തിയെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ശക്തി എന്തുവാണെന്ന പൗലോസ് പറയുന്നത്? 1, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കും. 2, ഇത് ആ ശക്തിയുടെ വലിപ്പത്തെ കുറിച്ച് പറയുന്നു. ഇത് അളവറ്റ ശക്തിയാണ്. എല്ലാവരും എന്റെ കൂടെ ഒന്ന് പറയാമോ? ഈ ശക്തിയുടെ പ്രത്യേകത എന്തുവാ? ഒന്ന് പറഞ്ഞേ. അളവറ്റ ശക്തി. അളവറ്റ ശക്തി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അളക്കാൻ പറ്റാത്തത് എന്നർത്ഥം. അളക്കാൻ പറ്റാത്തത് എന്നർത്ഥം എന്ന് പറഞ്ഞ എന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി അളക്കാൻ പറ്റാത്തതാണ്. അളവറ്റ ശക്തിയാണ് എന്റെ അകത്ത് വ്യാപരിക്കുന്നത്. ഒന്ന് പറയാമോ? പൗലോസ് പറഞ്ഞൊരു പദം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കൊരിന്ത്യ ലേഖനത്തില് 2:5 പൗലോസ് പറഞ്ഞു, ഈ അത്യന്ത ശക്തി എന്റെ സ്വന്തമല്ല എന്ന് വരേണ്ടതിന്. ആ ശക്തിക്ക് ഉപയോഗിച്ചിരിക്കുന്ന പദം എന്തുവാ? അത്യന്ത ശക്തി. ആ പദം എന്നോട് ചേർന്നൊന്ന് പറയാമോ? അത്യന്ത ശക്തി. ഒരു ശിഷ്യന്റെ അകത്ത് വ്യാപരിക്കുന്ന ശക്തി എന്തുവാ? അത്യന്ത ശക്തി. ഓക്കെ, ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ ലോകത്തിൽ ഒത്തിരി ശക്തികൾ ഉള്ളതായിട്ട് നമുക്കറിയാം. ഈ ലോകത്തിലുള്ള ഏതെങ്കിലും ശക്തിയെ അത്യന്ത ശക്തി എന്ന് പറഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും അങ്ങനെ വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഈ ലോകത്തിലെ ഒരു ശക്തിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പദമല്ല അത് അത്യന്ത ശക്തി. പക്ഷെ എന്റെയും നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന പദം ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന എക്സീഡിംഗ്ലി ഗ്രേറ്റ്, അത്യന്ത ശക്തി എന്ന് പറയുന്ന ഒരു ശക്തി. അത്യന്ത ശക്തി എന്ന് പറഞ്ഞാൽ ഇതിനോട് കമ്പയർ ചെയ്യുവാനോ ഇതിനെക്കുറിച്ച് വിവരിച്ചു പറയാനോ ഒന്നും പറ്റത്തില്ല. അതിനേക്കാൾ അപ്പുറത്ത് വലുതാണ്. ആ ശക്തി എന്റെ അകത്ത് നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം എന്നതിന് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുക. ഈ ഒരു തിരിച്ചറിവ് എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. കർത്താവേ, എന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചിട്ട് ഈ ശക്തി എന്റെ അകത്തുണ്ടെന്നുള്ളത് എനിക്ക് തിരിച്ചറിയണം. എത്രയോ ഭാഗങ്ങളിൽ ദൈവത്തിന്റെ വചനത്തിനകത്ത് നമ്മൾ കാണുന്നുണ്ട്. 1 തെസ്സലോനിയ 1:5 എഴുതിയിട്ടുണ്ട്. പൗലോസ് പറയുന്നു, ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടി ആയിരുന്നു നിങ്ങളുടെ അടുത്ത് വന്നത്. അപ്പൊ ഈ വചനം ചെല്ലേണ്ടത് എങ്ങനെയാ? ശക്തിയോടുകൂടെ ചെല്ലണം. ഈ വചനം ശക്തിയോടുകൂടെ ചെല്ലണം. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് റിയലി ഗ്രേറ്റ്. ഇത് ഭയങ്കരവാ. ഇന്ന് രാത്രി നമ്മളും തിരിച്ചറിഞ്ഞ് നമ്മുടെ അകത്തുള്ള ഈ ദൈവശക്തി ഭയങ്കര ഗ്രേറ്റാ. ഞാൻ ആ വാക്യത്തിന്റെ 1-2 വിശദീകരണങ്ങൾ ഒന്ന് പറഞ്ഞിട്ട്, എഴുതിയെടുക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് എഴുതിയെടുത്തു. അതിന്റെ വിശദീകരണം ഒന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. 1, ഈ ശക്തി മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് 19ാമത്തെ വാക്യത്തിനകത്ത് കൊടുത്തിരിക്കുന്ന അളവറ്റ ശക്തി എന്നാണ്. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതെന്ന് ആര് തിരിച്ചറിയണം? പറഞ്ഞു, എനിക്ക് ഇന്ന് രാത്രി അതൊന്ന് തിരിച്ചറിയണം. എന്റെ മേലൊരു ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്, അത് അളവറ്റതാണെന്ന് തിരിച്ചറിയാൻ എനിക്കൊരു കൃപ വേണോ ദൈവങ്ങളെ? അതോ വിസ കിട്ടുമെന്നാണോ അറിയണ്ടേ? വീട് വെക്കാൻ എന്ന് പറ്റുമെന്നാണോ അറിയണ്ടേ? പൈസ കിട്ടുമല്ലോ? ഇതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ആവശ്യം, എനിക്കും ആവശ്യമുള്ള, നിങ്ങൾക്കും ആവശ്യമുള്ള. ഞാൻ പക്ഷേ നമ്മളവിടെ കുടുങ്ങി കിടക്കരുതെന്ന് വേണ്ടി മാത്രം ഞാൻ അത് പറഞ്ഞു കേട്ടോ. നമ്മൾ അവിടെ കുടുങ്ങി കിടക്കല്ലേ. ഈ ആന തപ്പത്തില്ലേ? ആന മേളിലോട്ടൊന്നും തപ്പത്തില്ല. ആന താഴെയുള്ളത് തപ്പുള്ളൂ. പഴുത്തൊലി വല്ലതും ഉണ്ടോ?
എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പഴത്തുലിയ തപ്പുന്നത്. കർത്താവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ കർത്താവുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ നമ്മൾ പഴത്തുലി തപ്പുക. വിസ കിട്ടുമോ? പിന്നെന്തുവാ അറിയാലോ, ബാക്കി ആരും അറിയാം, ഞാൻ പറയുന്നില്ല. ഈ പഴത്തുലി തപ്പിക്കൊണ്ടിരിക്കാതെ ഉയരത്തിലോട്ട് നോക്ക്. നമുക്ക് അളവറ്റൊരു ദൈവശക്തി എന്റെ അകത്ത് നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്നുണ്ടെന്നുള്ളത് ഇന്ന് രാത്രി തിരിച്ചറിയാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ഞാൻ ഈ വാക്യം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ പറഞ്ഞു, ഇതിന്റെ പല ഇംഗ്ലീഷ് പരിഭാഷ എടുത്ത് വായിക്കാൻ എന്റെ ഹൃദയത്തിൽ അങ്ങോട്ട് പ്രേരണ കിട്ടി. ഞാനിതിങ്ങനെ എടുത്ത് വായിച്ചു. അപ്പൊ അളവറ്റ ശക്തി എന്നുള്ളത് NIV എന്ന് പറയുന്ന ന്യൂ ഇന്റർനാഷണൽ വേർഷൻ എന്ന് പറയുന്ന ആ ഒരു ബൈബിൾ എടുത്ത് വായിച്ചു, ഇംഗ്ലീഷിനകത്ത് വായിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് എടുത്ത് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇൻകംപാരബിളി ഗ്രേറ്റ് പവർ. ഇൻകംപാരബിളി ഗ്രേറ്റ്. ഇത് വായിച്ചപ്പോ എന്റെ പൊന്നെ, ഞാൻ എന്റെ അകത്ത് വ്യാപരിച്ചൊരു ദൈവശക്തി, എന്റെ ലെവല് മാറി. ആ ഒരു ഒറ്റ ഈ ഒരു വചനത്തിന്റെ വെളിപ്പാടിന്റെ അകത്ത് കയറിയപ്പോ, ഇന്നലെ ഞാൻ പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ടോ? ദൈവവചനത്തിന്റെ ആഴങ്ങളെ, അല്ലെങ്കിൽ വണ്ടേഴ്സ് ഓഫ് ദൈവവചനത്തിന്റെ എന്താ പറയുന്ന ഒരു പദം, ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. അപ്പൊ ന്യായപ്രമാണത്തിനകത്ത് ഓരോ വാക്കുകൾക്കകത്തും എന്തുണ്ട്? വണ്ടേഴ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള വണ്ടേഴ്സ് നമ്മുടെ അകത്ത് കയറുമ്പോൾ നമ്മുടെ ലൈഫ് മാറും. അതിനെ ഞാൻ ഇന്നലെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച് നിർത്തിയത്, ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ വെളിപ്പാടിന് വേണ്ടി പ്രാർത്ഥിക്കണം. വചനത്തിന്റെ വെളിപ്പാട് നമുക്ക് വേണ്ടി, വചനത്തിന്റെ അറിവല്ല, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വേണം, വചനത്തെക്കുറിച്ച് റെവലേഷൻ വേണം. ഇന്ന് നമുക്കുള്ളത് ദൈവത്തെക്കുറിച്ച് പലതും അറിയത്തില്ല, ദൈവവചനത്തെക്കുറിച്ച് നമുക്ക് അറിവുണ്ട്. ദൈവവചനത്തെക്കുറിച്ചുള്ള അറിവല്ല നമുക്ക് വേണ്ടി, അറിവും വേണം. പക്ഷേ വെളിപ്പാടില്ലാത്ത അറിവ് പ്രയോജനമില്ല. മനസ്സിലാകുന്നുണ്ടോ? രാത്രി പ്രാർത്ഥിക്കാമോ? കർത്താവേ, എനിക്ക് ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട്, ദൈവവചനത്തിനകത്തുള്ള വെളിപ്പാട്, ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം, പരിജ്ഞാനം അങ്ങനെ ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, കർത്താവ് എന്റെ ഹൃദയത്തിൽ തന്ന കാര്യം ഇതാ. ഇൻകംപാരബിളി ഗ്രേറ്റ് പവർ എന്ന് പറഞ്ഞാൽ, ഇൻകംപാരബിളി ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? തുലനം ചെയ്യാൻ പറ്റാത്ത അത്രയും വലിയൊരു ദൈവശക്തി എന്റെ അകത്തുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണമെന്ന് ദൈവാത്മാവ് പറയുക, അല്ലെ പൗലോസ് പ്രാർത്ഥിക്കുക. ദൈവമക്കളെ, നമ്മൾ ഇന്ന് രാത്രി മനസ്സിലാക്കേണ്ടത് എന്തുവാ? ഈ ലോകത്തിൽ കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു അത്യന്തം പരമായ വലിയ ശക്തി എവിടെ ഉണ്ടെന്നാ പൗലോസ് പറഞ്ഞേ? എന്റെ അകത്തുണ്ടെന്ന്. അത് പ്രാപിക്കണമെന്നല്ല പൗലോസിന്റെ ഭാഷ. നമ്മൾ ഞായറാഴ്ച അല്ലെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴേ എന്തിനാ ഉപവാസം ഇരിക്കുന്നേ? കർത്താവ്, എനിക്ക് ശക്തി വേണം, ശക്തി പ്രാപിക്കണം, ശക്തി. നമ്മുടെ പ്രാർത്ഥന എന്തുവാ? കർത്താവ്, എനിക്ക് ശക്തി വേണം, ശക്തി. പൗലോസ് പറയുക, ശക്തി പ്രാപിക്കാനല്ല, നിന്റെ അകത്ത് ഇതുണ്ട്, നീ ഇത് തിരിച്ചറിയണം, നിന്റെ അകത്തുള്ളത് എന്തുവാണ്. ഇങ്ങനെയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാമോ ദൈവമക്കളെ? ഇതൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ അതിനാ വീണ്ടും വീണ്ടും പറയുന്നത്, പഴത്തൊലിക്ക് വേണ്ടി പ്രാർത്ഥിക്കല്ലേ എന്ന്. ഇതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ശക്തി എന്തോ ഇൻകംപാരബിളി ഗ്രേറ്റ് ആയിട്ടുള്ള ദൈവശക്തി അകത്തു വന്നാൽ എന്തോ ചെയ്തു തരാൻ പറ്റാത്തത്? ഈ ശക്തിക്ക് എന്തോ ചെയ്തു തരാൻ പറ്റാതെ? പ്രൈസ് ഗാഡ്. ആവശ്യമാണ് ഇതുപോലെ ഒരു ഭൂമി തന്നെ ഉണ്ടാക്കി തരാൻ ദൈവത്തിന് പറ്റത്തില്ലേ? അത്രയും വലുതല്ലേ നമ്മുടെ ദൈവം? ആ ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ കാര്യം കർത്താവ് ഒരു 10,000 രൂപ കിട്ടിയ കൊള്ളായിരുന്നു. നമ്മളൊക്കെ എത്ര നിസ്സാരനായിട്ട് ദൈവത്തെ കാണുന്നേ. ദൈവത്തെ വലിയതായിട്ട് കാണാൻ നോക്കിയ ദൈവങ്ങളെ, ദൈവത്തെ ദൈവമായിട്ട് കണ്ടു തുടങ്ങി. പ്രൈസ് ഗാഡ്. അപ്പൊ ഇന്ന് രാത്രി നിങ്ങളൊന്ന് പറഞ്ഞേ, എന്റെ കൂടെ ഒന്ന് പറഞ്ഞേ, വേറൊന്നിനോടും തുലനം ചെയ്യാൻ പറ്റാത്ത അത്രയും വലിയ ദൈവശക്തി എന്റെ അകത്തുണ്ടെന്ന്. വേറെ ഒന്നിനോട് കമ്പയർ ചെയ്യാൻ, ദൈവശക്തിയോട് കമ്പയർ ചെയ്യാൻ ഈ ലോകത്തിൽ ഒരു ശക്തിയില്ല. അത്രയും വലിയൊരു ശക്തി എന്റെ അകത്തുണ്ട്. ഇനി രോഗിക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഈ സംഗതി മനസ്സിൽ കൂടെ പോകണം കേട്ടോ. എന്റെ അകത്ത് വ്യാപരിക്കുന്ന ശക്തി എന്താണ്? അപ്പൊ തന്നെ വിശ്വാസം തന്നെ വരും. ഓക്കെ, രണ്ടാമത്തെ കാര്യം, KJV ഞാൻ വായിച്ചു നോക്കി. KJV വായിച്ചു നോക്കി, കിങ് ജെയിംസ് വേർഷൻ. അത് വായിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് മൈറ്റി പവർ എന്ന്. മൈറ്റി പവർ, അളവറ്റ ശക്തി എന്നുള്ളതിന് പകരം കൊടുത്തിരിക്കുന്ന വേർഡ് മൈറ്റി പവർ എന്ന്. മൈറ്റി പവർ എന്ന് പറഞ്ഞാൽ എന്തോ അതിന്റെ അർത്ഥം എന്നറിയോ? ഈ ലോകത്തിൽ ശക്തികൾ ഒത്തിരി ഉണ്ട്, പക്ഷെ മൈറ്റി പവർ എന്ന് പറയുന്ന ഒന്നില്ല. മഹാശക്തി. എന്റെ കറക്റ്റ് മലയാള ട്രാൻസ്ലേഷൻ മഹാശക്തി എന്നാണ്. മഹാശക്തി എന്ന് പറയുന്ന ഒരു ശക്തി ലോകത്തിലുണ്ടോ? നമുക്ക് ഇന്ന് കാണാൻ പറ്റുമോ? അങ്ങനെ ശക്തി ഉണ്ടോ? അങ്ങനെ ശക്തി ഇല്ല ലോകത്തിൽ. അങ്ങനെ ഉള്ള ഒരേ ഒരു ശക്തി മേളിലേ ഉള്ളൂ. ആ ശക്തി വ്യാപരിക്കുന്നത് എന്റെ അകത്തും നിങ്ങളുടെ അകത്തുമാണ്. ഇന്ന് രാത്രി ഇതിനല്ലേ നമ്മുടെ കണ്ണ് തുറക്കട്ടെ? ഇതിനല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? അടുത്ത ആഴ്ച തൊട്ട് ഉപവാസം ഇരിക്കുമ്പോൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, എന്റെ ഹൃദയത്തിന് ദൃഷ്ടി പ്രകാശിപ്പിക്കണം, എനിക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനം വേണം, എന്റെ വിളി എന്താണെന്ന് എനിക്ക് മനസ്സിലാവണം, എന്റെ അകത്ത് ഞാൻ ക്രിസ്തുവിൽ ആരാണെന്ന് എനിക്ക് മനസ്സിലാകണം, എന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വലിപ്പം എന്താണെന്ന് തിരിച്ചറിയാൻ ഈ തലമണ്ടയെ ഒന്ന് തുറന്നു തരണമെന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? നിങ്ങൾ പ്രാർത്ഥിച്ചോ? ഇന്ന് രാത്രി തൊട്ട് നിങ്ങളുടെ ലെവൽ മാറുക, നിങ്ങളുടെ ആത്മ ലെവല്, നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയുടെ ലെവല് ദൈവാത്മ മാറ്റുക. Praise God. Hallelujah. മൈറ്റി പവർ ഈ ലോകത്തിൽ ഒന്നേ ഉള്ളൂ, അത് ദൈവാത്മാവാ. അതുള്ള സ്ഥലം എന്റെ ഹൃദയമാണ്. നിങ്ങളുടെ ചങ്കിലോട്ടൊന്ന് കൈവച്ചിട്ട് പറഞ്ഞേ, ഈ ലോകത്തിൽ മൈറ്റി പവർ, മഹാശക്തി ഉള്ളത് ഒരിടത്തേ ഉള്ളൂ, അത് എന്റെ ഹൃദയത്തിലാ. അതാ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാ.
ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തത് ആംപ്ലിഫൈഡ് ബൈബിൾ എന്ന് പറഞ്ഞൊരു ട്രാൻസ്ലേഷൻ ഉണ്ട്. ആംപ്ലിഫൈഡ് ബൈബിൾ എന്ന് പറഞ്ഞ ട്രാൻസ്ലേഷൻ ഉണ്ട്. ആ ട്രാൻസ്ലേഷൻ അടുത്ത് കൊടുത്തിരിക്കുന്നത് ഇമ്മഷറബിൾ ആൻഡ് അൺലിമിറ്റഡ് എന്ന. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇമ്മഷറബിൾ ആൻഡ് അൺലിമിറ്റഡ് പവർ. ഇമ്മഷറബിൾ എന്നുള്ളതിന്റെ മലയാള പരിഭാഷയാണ് നമ്മൾ വായിക്കുന്നത്. അളക്കാൻ കഴിയാത്തത്, അളവറ്റത് എന്ന് എഴുതിയിരിക്കുന്നത് ഇമ്മഷറബിൾ, മെഷർ ചെയ്യാൻ പറ്റാത്തത്. രണ്ടാമത് കൊടുത്തിരിക്കുന്നത് അൺലിമിറ്റഡ്. അപ്പൊ ഇമ്മഷറബിൾ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം എന്നറിയാമോ? ഈ ലോകത്തിൽ ഒത്തിരി ശക്തികളുണ്ട്. ഒത്തിരി ശക്തികൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, ഈ ഇപ്പൊ നമ്മുടെ ഇലക്ട്രിസിറ്റിക്ക്, കാറ്റിന്, വെള്ളത്തിന്, പ്രകൃതിക്ക്, അങ്ങനെ ഒത്തിരി ശക്തികളുണ്ട് ഈ ലോകത്തിൽ, അല്ലെ? ഈവൻ പിശാചിന് വരെ ശക്തികളുണ്ട്. ഈ ലോകത്തിലുള്ള ശക്തികളെ എല്ലാം, ഈ ലോകത്തിലുള്ള സകല ശക്തികൾക്കും, അല്ലെ സകല ശക്തികളെയും നമ്മുടെ ടെക്നോളജി, നമ്മുടെ ശാസ്ത്ര ലോകം അളന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. കാറ്റടിച്ചാൽ നമ്മുടെ ശാസ്ത്രം അളന്നിട്ട് പറയും അത് കിലോമീറ്റർ, ഒരു മണിക്കൂറിൽ ഇത്ര കിലോമീറ്റർ വേഗതയിലാണ് കാറ്റടിച്ചതെന്ന് പറയും, അല്ലെ? അയ്യോ, ഇന്ന് വരെ അടിച്ച കാറ്റ് ഏതെങ്കിലും അത് അളവില്ലാത്ത കാറ്റ് അടിച്ചെന്ന് വല്ലതും കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഇല്ല. അമേരിക്കയിലൊക്കെയാണ് നിത്യം സ്ഥിരം കാറ്റടിക്കുന്ന സ്ഥലങ്ങളുള്ളത്. അവിടെ എത്ര വലിയ കാറ്റടിച്ചാലും, ഒരു ദേശം മുഴുവൻ പറപ്പിച്ചുകൊണ്ട് പോയാലും ശാസ്ത്രം പറയും അത് ഒരു മണിക്കൂറിൽ 270 മൈൽ സ്പീഡിലാണ് അടിച്ചത്. ശാസ്ത്രത്തിന് അളക്കാൻ ഒരു സാധനമുണ്ട്. പക്ഷേ നിങ്ങളൊന്ന് കേട്ടെ, ചെവി തുറന്നൊന്ന് കേട്ടെ. ഇന്ന് വരെ ഒരു ശാസ്ത്രത്തിനും അളക്കാൻ പറ്റാത്തതും, ഇന്ന് വരെ ഒരു ശാസ്ത്രം അളന്നിട്ടില്ലാത്തതുമായ ഒരു ശക്തിയുണ്ട്. അത് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ദൈവത്തിന്റെ ശക്തിയാ. ആ ശക്തി എന്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിവാണ് ദൈവജനത്തിന് ഇന്ന് രാത്രി വേണ്ടിയത്. ഹല്ലേലൂയ. ഈ ഒരു തിരിച്ചറിവ് ഉണ്ടായാൽ തന്നെ നമ്മുടെ ആത്മജീവിതത്തിന്റെ ലെവല് തന്നെ മാറും. ഓക്കെ, ഇമ്മഷറബിൾ, അളക്കാൻ പറ്റാത്തത്. പറഞ്ഞ ചങ്കത്തോട്ട് കൈവച്ചിട്ട് പറ, ഈ ലോകത്തിൽ ഒരു ടെക്നോളജിക്ക് വളക്കാൻ പറ്റാത്ത ദൈവശക്തി എന്റെ അകത്ത് വ്യാപരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ദൈവമക്കളെ പഴത്തൊലിയും തപ്പി നടക്കല്ലേ, ഇനി കരയില്ലെന്ന് പറഞ്ഞത്. ആ കണ്ണുനീരൊക്കെ ഒന്ന് തുടച്ചേ. കണ്ണുനീരൊക്കെ പോട്ടെ. കണ്ണുനീർ ഒറ്റ കാര്യത്തിലേ വരാവുള്ളൂ. ദൈവമേ, ആ സാന്നിധ്യം എനിക്ക് വേണം. ഞാൻ അങ്ങയുടെ സന്നിധിയിൽ ഇരിക്കും. ആ സാന്നിധ്യം ഇറങ്ങുമ്പോൾ തന്നെ വരും കരച്ചില്. ആ കരച്ചിലേ പാടുള്ളൂ, വേറെ ഒന്നിനും കരയണ്ടെന്നേ. ഇനി ആത്മാക്കൾക്ക് വേണ്ടി കരഞ്ഞു, കുഴപ്പമില്ല. കർത്താവെ, ആത്മാക്കളെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് കരഞ്ഞു. എനിക്ക് പൈസ വേണം, വണ്ടി വേണം, വള്ളം വേണം എന്ന് പറഞ്ഞ് കരയില്ല. ഇനി നാണം കേട്ട പരിപാടി ഇനി ചെയ്യില്ല. ദൈവത്തെ ഓർത്ത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി അൺലിമിറ്റഡ് പവർ. അൺലിമിറ്റഡ് എന്തുവാ അതിന്റെ അർത്ഥം? അൺലിമിറ്റഡ്. ഈ ലോകത്തിൽ അങ്ങനെ ഒരു പവർ ഉണ്ടോ? അൺലിമിറ്റഡ് എന്ന് പറയുന്നത് എന്തെങ്കിലും സാധനം ഉണ്ടോ? മൊബൈൽ കമ്പനിക്കാരനൊക്കെ പറഞ്ഞിട്ടുണ്ട് അൺലിമിറ്റഡ്. ജിയോക്കാരനൊക്കെ പറഞ്ഞ് അൺലിമിറ്റഡ് ആയിട്ട് വിളിച്ചോണം. 5 മണിക്കൂർ വിളിച്ചു കഴിയുമ്പോൾ വിവരം അറിയും. ഹല്ലേലൂയ. അൺലിമിറ്റഡ് ആയി ലോകത്തിൽ ഒന്നുമില്ല, എല്ലാം ലിമിറ്റഡാ. പറഞ്ഞേ, ഇന്ന് രാത്രി എന്നോട് ചേർന്നെന്ന് പറഞ്ഞേ, അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒന്നേ ഉള്ളൂ ഇന്ന് ഈ ലോകത്തിൽ. അതെന്റെ അകത്ത് വ്യാപരിക്കുന്നത് ദൈവശക്തിയാ. അൺലിമിറ്റഡ് ആയിട്ടുള്ളത്, ഒരു ലിമിറ്റും ഇല്ല. യോഹന്നാൻ 7:37 വായിച്ചു നോക്കും. അവിടെ എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ നദിയോടാ കമ്പയർ ചെയ്തിരിക്കുന്നത്. നദിയിലെ വെള്ളത്തെ അളക്കാൻ പറ്റുമോ? നമ്മൾ ഇനി എന്തെങ്കിലും ഒരു ദിവസം പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ നമുക്ക് ചിന്തിക്കാം. ഇന്ന് രാത്രി നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണല്ലോ. നദിയിലെ വെള്ളത്തോടെ പരിശുദ്ധാത്മാവിനെ കമ്പയർ ചെയ്തിരിക്കുന്നത്. നദിയിലെ വെള്ളത്തെ ആർക്കെങ്കിലും അളക്കാൻ പറ്റുമോ? ഭൂമിയിൽ ആർക്കെങ്കിലും അളക്കാൻ പറ്റുമോ? പരിശുദ്ധാത്മാവിനെ കമ്പയർ ചെയ്തിരിക്കുന്നത് അവിടെയാ. ഓ മൈ ഗാഡ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം എന്തുവാണ്? അൺലിമിറ്റഡ്. ഇതിനെ ലിമിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഒരു ലിമിറ്റും ഇല്ല. ദൈവത്തിന്റെ ഒരു ക്വാളിറ്റികളിൽ ഒന്നാണ്, ദൈവത്തിന് ലിമിറ്റ് ഇല്ല. ഓക്കെ, അടുത്തത് ഒരെണ്ണം കൂടെ പറയാം. NLT എന്ന് പറയുന്ന ഒരു ട്രാൻസ്ലേഷൻ ഉണ്ട്. ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ എന്ന് പറയും. NLT. അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഈ ദൈവശക്തി ഇൻക്രെഡിബിൾ എന്ന്. ഇൻക്രെഡിബിൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവിശ്വസനീയമായതെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നതിനപ്പുറത്താണ് എന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി എന്ന്. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇന്ന് രാത്രി തൊട്ട് നിങ്ങൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ ഈ സാധനമൊക്കെ നിങ്ങൾ മനസ്സിൽ കൂടെ വരണം. എന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി അളക്കാൻ പറ്റാത്തതാണ്, അൺലിമിറ്റഡ് ആണ്, ഇത് മൈറ്റി പവർ ആണ്, ഇത് ഇമ്മഷറബിൾ ആണ്, അളക്കാൻ പറ്റാത്തതാണ്, ഇത് അവിശ്വസനീയമാണ്. അത്രയും വലുതായി ദൈവശക്തി. ഈ ശക്തിയാണ് പൗലോസ് പറയുന്നത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കും. അവിടെയാണ് അതിന്റെ പോയിന്റ്, അവിടെ കീ കിടക്കുന്നത്. ആർക്ക് വേണ്ടി വ്യാപരിക്കുന്നത്? എന്നോട് ചേർന്നെന്ന് പറഞ്ഞു, ഇത് ആർക്ക് വേണ്ടി വ്യാപരിക്കത്തുള്ളൂ? വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയേ വ്യാപരിക്കൂ. കാരണം വചനം പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. അപ്പൊ ഇത് വിശ്വസിച്ചില്ലേ വ്യാപരിക്കത്തില്ല. വിശ്വസിച്ചാലോ ഇത് വ്യാപരിക്കും.
അതുകൊണ്ടാണ് നമ്മൾ യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തോടെ കൽപ്പിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? അവിടെ ദൈവശക്തി വ്യാപരിച്ച് കാര്യത്തെ ചെയ്തു തരിക. അത് വിശ്വാസം ഉണ്ടല്ലേ സംഭവിക്കുള്ളൂ. സ്വർഗത്തിലെ കറൻസി എന്ന് പറയുന്നത് വിശ്വാസമാണ്. സ്വർഗത്തിലെ കാര്യങ്ങളുമായിട്ട് ഡീൽ ചെയ്യണോ, കറൻസി നമ്മുടെ കയ്യിൽ വേണം. ഏത് രാജ്യത്തിന്റെയും, എല്ലാ രാജ്യത്തിനും ഓരോ കറൻസി ഉണ്ട് അല്ലേ? ഇന്ത്യയിലുണ്ട് ഒരു കറൻസി, എല്ലാ രാജ്യത്തിനും ഒരു ഇൻഡിവിജ്വൽ കറൻസി ഉണ്ട്. സ്വർഗരാജ്യത്തിന്റെ കറൻസി എന്ന് പറയുന്നത് വിശ്വാസമാണ്. വിശ്വാസം ഉണ്ടല്ലേ അവിടുന്ന് ഓപ്പറേറ്റ് ഡീലിംഗ് നടക്കത്തുള്ളൂ. രാത്രി വിശ്വാസം വർദ്ധിക്കട്ടെ നമ്മുടെ അകത്ത്. വിശ്വാസം ഉണ്ടോ സ്വർഗമായിട്ട് ഡീല് നടക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കാന്നുള്ളതേ ഉള്ളൂ. സ്വർഗീയ കറൻസി ഉണ്ടോ കയ്യിൽ? വിശ്വാസം. കർത്താവിന്റെ അടുക്കൽ സൗഖ്യത്തിന് വേണ്ടി വന്നവരോട് എല്ലാം കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഡു യു ബിലീവ് ദാറ്റ്? എനിക്കിത് ചെയ്തു തരാൻ കഴിയുമെന്ന് നിനക്ക് വിശ്വാസം ഉണ്ടോ? നീ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വാസം ഉണ്ടോ സ്വർഗം ഡീൽ ചെയ്തിരിക്കും, സ്വർഗം ഇടപെട്ടിരിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി രോഗിയെ കാണുമ്പോൾ അവരെ സൗഖ്യമാക്കാൻ, ഭൂതത്തെ കാണുമ്പോൾ അവരെ പുറത്താക്കാൻ, തകർന്നിരിക്കുന്നവരെ കാണുമ്പോൾ അവരെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നമ്മുടെ അകത്ത് ധൈര്യവും വിശ്വാസവും ഉണ്ടാവട്ടെ. നമ്മുടെ അകത്ത് വിശ്വാസം വർദ്ധിക്കട്ടെ ഇന്ന് രാത്രിയിൽ. യേശുവിന്റെ നാമത്തിൽ ഒരു നിമിഷം എല്ലാ കണ്ണുകളുടെ ദിവസം അടയട്ടെ, എല്ലാ കണ്ണുകളുടെ ദിവസം അടയട്ടെ. നമുക്ക് ഒരുമിച്ച് ദിവസത്തിലേക്ക് എഴുതിയെല്ലാം നമുക്ക് ഒരുമിച്ച് കർത്താവിനോട് പറയാം, കർത്താവ് ഈ അളവറ്റ ശക്തി എന്റെ അകത്ത് വ്യാപരിക്കട്ടെ. ഈ ശക്തിയായി യേശു തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തത്. ഈ ശക്തി അകത്തുള്ളത് കൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ മരിച്ചവരെ എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞത്. ഈ ശക്തിയുടെ മുമ്പിൽ മരിച്ചവൻ എഴുന്നേൽക്കും. ഈ ശക്തിയുടെ മുമ്പിൽ നിർജീവമായത് ജീവൻ പ്രാപിക്കും. ഈ ശക്തിയുടെ മുമ്പിൽ ഇല്ലാത്തത് ഉണ്ടായി വരും. നിങ്ങളൊക്കെ സാക്ഷ്യം കേട്ടിട്ടില്ലേ? ഗർഭപാത്രം ഇല്ലാത്തവരൊക്കെ ഗർഭിണിയായുള്ള ചരിത്രമൊക്കെ കേട്ടിട്ടില്ലേ? ദൈവത്തിന് എന്തോ ചെയ്യാൻ പറ്റാത്തത്? ദൈവത്തിന് ചെയ്യാൻ പറ്റാത്തൊന്നുമില്ല. ദൈവമക്കളെ, നിങ്ങൾ ഇന്ന് രാത്രി ഇതൊന്ന് വിശ്വസിച്ച് നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി ഈ ലോകത്തിലുള്ള സകല ശക്തിയുടെയും മേളിൽ നിൽക്കുന്നതാണ്. ഈ അധ്യായത്തിന്റെ തന്നെ താഴെയുള്ള ഭാഗ്യം നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അവിടെ ഉണ്ട്, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് പിതാവിന്റെ വലതുഭാഗത്ത് വെച്ചു. പിതാവിന്റെ വലതുഭാഗത്ത് ഇരുത്തിയെന്ന് നമ്മൾ വായിക്കുന്നു. എങ്ങനെ ഇരുത്തിയെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്? സകല വാഴ്ചകളുടെയും ശക്തിയുടെയും അധികാരത്തിന്റെയും കർത്തൃത്വത്തിന്റെയും എല്ലാ നാമത്തിനും, ഈ ലോകത്തിൽ മാത്രമല്ല വരാനുള്ള ലോകത്തിലിരിക്കുന്ന സകല വരാനുള്ള നാമത്തിന്റെയും അത്യന്തം മീതെ യേശുവിനെ ഇരുത്തിയെന്നാണ് വായിക്കുന്നത്. ആ യേശുവിന്റെ കൂടെ ഇരിക്കുന്നവരാ നമ്മളെങ്കിൽ ഈ ശക്തി എന്റെയും നിങ്ങളുടെ ഭാഗത്ത് വ്യാപരിക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിവ് ഇന്ന് രാത്രി പ്രാപിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. ദൈവം നമുക്ക് അതിനായിട്ട് നമ്മെ ഇന്ന് രാത്രി സഹായിക്കട്ടെ. എല്ലാ കണ്ണുകളും ദിവസം അടച്ചിട്ട് അല്പനിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഈ ഒരു തിരിച്ചറിവ് എന്റെ അകത്തുണ്ടാവാൻ, എന്റെ ഹൃദയത്തിന് ദൃഷ്ടി പ്രകാശിക്കട്ടെ. ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനവും വെളിപ്പാടും എനിക്ക് ഉണ്ടാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധിയിൽ വരുന്നു. ഇന്ന് രാത്രി കർത്താവെ, അവിടുത്തെ വചനം ചിന്തിപ്പാൻ ഞങ്ങളെ സഹായിച്ചു, സാക്ഷ്യം കേൾപ്പാൻ ഞങ്ങളെ സഹായിച്ചു. കർത്താവ്, ഞങ്ങളൊരു യഥാർത്ഥ ശിഷ്യനാണെന്നും ഈ ദൈവശക്തി ഓപ്പറേറ്റ് ചെയ്യേണ്ടത് ഞങ്ങളാണെന്നും ഈ ഒരു തിരിച്ചറിവ് ഞങ്ങളുടെ അകത്ത് കർത്താവ് തരുന്നതുകൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി എത്രയോ വലുതാണെന്ന്, അതിന്റെ മഹത്വം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനെ ജയകരമായ ജീവിതം നയിപ്പാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവേ. ഞങ്ങളെ ഓരോരുത്തരെയും തിരുസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇതിന്റെ കുഞ്ഞുങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കഴിഞ്ഞ 4 ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തിനെ ചിന്തിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ. കർത്താവ്, ഈ വചനമൊക്കെ ഞങ്ങളുടെ അകത്ത് ആഴത്തിൽ ക്രിയ ചെയ്യണം. ഇതൊക്കെ ഞങ്ങളുടെ ഉറക്കം കെടുത്തിട്ട് കർത്താവേ, രാത്രിയാമങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കുവാനും, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ദൈവ സാന്നിധ്യം ഞങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിവ് ഇന്ന് രാത്രി ഞങ്ങളുടെ അകത്ത് ഉണ്ടാകട്ടെ. ഞങ്ങളുടെ ഹൃദയത്തിന് ദൃഷ്ടി പ്രകാശിക്കട്ടെ. കഴിഞ്ഞ നാളുകളിൽ ഇതൊക്കെ മനസ്സിലാക്കാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ വേസ്റ്റ് ആക്കിയ സമയങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം. ആ സമയം